കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. परमेश्वर के पवित्र नाम की महिमा हो। ഇരമ്യ പ്രവാചകന്റെ പുസ്തകം यिर्मयाह नबी का पुस्तक 12-ാം അധ്യായം 12वां अध्याय 5-ാമത്തെ വാക്യമാണ് വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. उसके 5वें पद को आज हम पढ़ना चाहते हैं। आमीन। वचन कहता है, तू जो प्यादों ही के संग दौड़कर थक गया है तो घोड़ों के संग कैसे बराबरी कर सकेगा। और यद्यपि तू शांति के इस देश में निडर है, परंतु यर्दन के आसपास के घने जंगल में तू क्या करेगा। നമ്മൾ ഒരിക്കലും വായിച്ചതും കേട്ടതുമായിരിക്കുന്ന ഒരു വാക്യമാണ്. और हमने कभी ना कभी तो इस वचन को हमने सुना है या हमने पढ़ा भी है। ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് എന്റെ ഹൃദയത്തിൽ ഈ വാക്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. पिछले काफी दिनों से इस वचन को लेकर मैं प्रार्थना कर रहा था। ഹല്ലേലൂയ. ഈ വാക്യം ഇങ്ങനെ പറയുന്നത്, നീ കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോളൂ. वचन कहता है कि तू जो प्यादों ही के संग दौड़कर थक गया तो घोड़ों के संग कैसे बराबरी कर सकेगा। ഇതിന്റെ അകത്ത് ഇരമ്യാവിന്റെ പരാതിയും ദൈവത്തിന്റെ മറുപടിയുമാണ്. यहाँ पर यिर्मयाह के कुछ कंप्लेंट्स, शिकायतें और परमेश्वर के उत्तर को हम वहां देख सकते हैं। ഇവരെ കഴിഞ്ഞ ഈ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മൾ ഈ ഭൂമിയിൽ ഓടി വരാണ്. पिछले सोमवार से लेकर बीते हुए शनिवार तक इस दुनिया में हम भी दौड़ रहे थे। രാത്രിയിലും പകലെല്ലാം ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. दिन रात परमेश्वर की सुरक्षा हमारे साथ बनी रही। ഈ ആഫ്റ്റർ കൊറോണ വൈറസ്, അതിന്റെ ഈ കൊറോണ വൈറസ് തീർന്നിട്ടില്ല എങ്കിൽ പോലും ലോകം മുഴുവനും സംഹാരകന്റെ പ്രവർത്തനത്തിന്റെ അകത്താണ്. हालेलुया। कोरोना वायरस अभी संपूर्ण रीति से समाप्त तो नहीं हुआ है, मगर उस मृत्यु के दूत के अनुभव आज भी पूरे संसार में फैला हुआ है। ന്യൂസ് പേപ്പർ വായിച്ചാലും വാർത്ത കേട്ടാലും എല്ലാം നമ്മളെ അതിശയിപ്പിക്കുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. न्यूज़पेपर जब पढ़ते हैं, समाचार जब हम सुनते हैं, हमें चकित करने वाले हालेलुया समाचारों को हम सुन पाते हैं। അങ്ങനെയുള്ള ഈ ലോകത്താണ് ദൈവം നമ്മളെ നടത്തുന്നത്. ऐसी एक दुनिया में परमेश्वर ने हमें जीवित रखा और सुरक्षित रख के चलाया। എത്ര നന്ദി പറഞ്ഞാലും എത്ര ആരാധിച്ചാലും എത്ര ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാലും മതി വരത്തില്ല ദൈവത്തോട് നന്ദി പറഞ്ഞു. जितना उस परमेश्वर की स्तुति करें, जितना उस परमेश्वर की उपस्थिति में हम बने रहे, उतना काफी नहीं है प्रियो, क्योंकि परमेश्वर ने उतना अधिक हमारे लिए किया है। ഇരമ്യാവ് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. यिर्मयाह परमेश्वर के एक नबी थे। അദ്ദേഹത്തിനെതിരെ ഒത്തിരി ഗൂഢാലോചനകളായിരുന്നു അതിന്റെ മുന്നോട്ടുള്ള ഓരോ അധ്യായങ്ങളിലും. और उनके आगे के हर एक अध्यायों को जब हम पढ़ते हैं तो देख सकते हैं कि परमेश्वर के दास के विरुद्ध काफी षड्यंत्र रचा जा रहा है। അത് അദ്ദേഹത്തെ എങ്ങനെയും തകർക്കണമെന്നായിരുന്നു പിശാച് ആഗ്രഹിച്ചത്. शैतान यही चाहता था कि किसी ना किसी प्रकार से उनको नाश कर देना है। അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇരമ്യാവ് ദൈവത്തോട് ഭയങ്കരമായിട്ട് പരാതി പറയും. मगर इन सारे बातों को देखकर यिर्मयाह परमेश्वर को शिकायत करते हैं। 11-ാമത്തെ അധ്യായത്തിൽ പോലും തന്നെ കൊന്നുകളയാനുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു. 11वें अध्याय में भी हम देखते हैं कि यिर्मयाह को खत्म कर देने के लिए शैतान षड्यंत्र रच रहा है। ഇതെല്ലാം ദൈവത്തോട് ഒരു പരാതിയായിട്ട് ദേവദാസൻ പറയുകയാണ്. परमेश्वर के दास इन सारी बातों को प्रभु के आगे एक शिकायत के समान बता रहे हैं। ഹല്ലേലൂയ. ദൈവം ഇരമ്യാവിനോട് പറയുകയാണ്, परमेश्वर यिर्मयाह से कहते हैं, നീ ഇങ്ങനെയുള്ള നിസ്സാരമായ വിഷയത്തെ ജയിക്കാൻ പറ്റാതെ നീ തളർന്നു പോയാൽ, अगर इन छोटी छोटी बातों को यदि तू जीत ना पाए, यहाँ पर यदि तू पराजित हो जाता है, ഇത് സ്വന്തം നാട്ടുകാരുടെ ഒരു ചെറിയ എതിർപ്പിനെ നിനക്ക് ജയിക്കാൻ ശക്തിയില്ലാതെ പോയാൽ, यदि अपने देशवासियों के विरोध को, उनके हालेलुया समस्याओं को यदि तू सामना नहीं कर पाए, സ്വന്തം നാട്ടുകാരുടെ എതിർപ്പിനെ ചെറുത്ത് നിൽപ്പാൻ ശക്തിയില്ലാതെ പോയാൽ, यदि तेरे आसपास के लोगों के विरोध को यदि तू सह ना सके, നീ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നീ നേരിടും? तो फिर आने वाली बड़ी बड़ी समस्याओं का तू कैसे सामना करेगा। ദൈവം ആ 5-ാം വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ വിഷയം ഇരമ്യാവ് നേരിടാൻ പോവുകയാണ്. देखो 5वें पद में परमेश्वर ने जो यिर्मयाह से कहा, इसके कहने के पीछे हालेलुया कुछ उद्देश्य है, कुछ इससे भी बड़ी बातें यिर्मयाह के जीवन पर आने के लिए है। 2020 മുതൽ ദേശത്ത് നടന്ന ഈ വൈറസിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാം മാനസികമായിട്ട് എല്ലാവരും തളർന്നുപോയി. 2020 से जो कोरोना वायरस की समस्या पूरे पृथ्वी पर फैली है, हम में से अनेक लोग मानसिक तौर से इन समस्याओं को देखकर कमजोर हो गए हैं।
തീർന്നിട്ടില്ല. വാർത്തകളെല്ലാം പിന്നെയും പിന്നെയും വർദ്ധിച്ചു വരുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. अभी भी ये बीमारी समाप्त नहीं हुई है, हर दिन ये बढ़ता ही जा रहा है। उन समाचारों को हम सुन रहे हैं। അതിന്റെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. नई नई बीमारियों के बारे में भी हम इन दिनों में सुन रहे हैं। നമ്മൾ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് നിർത്തി. और हम में से अनेक लोगों ने इन समाचारों को सुनना छोड़ दिया है। അപ്പോൾ നമ്മളിങ്ങനെ മാനസികമായിട്ടൊക്കെ തളരുമ്പോൾ, जब हम मानसिक तौर से कमजोर हो जाते हैं, ദൈവം ചോദിക്കുന്നുള്ളൂ, ഇനി വരുന്ന കാര്യങ്ങളെ എങ്ങനെ നിങ്ങൾ എതിർത്ത് നിൽക്കും? तो परमेश्वर हमसे केवल इतना पूछना चाहते हैं, हालेलुया, आने वाले इससे भी बड़ी समस्याओं का तुम कैसे फिर सामना कर पाओगे। അപ്പോൾ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ അറിയാൻ പറ്റുന്ന ദൈവത്തിന്റെ മക്കൾ, और यीशु के दोबारा आगमन के बारे में परमेश्वर के लोग जान सकते हैं। ഉറപ്പായിട്ടും അറിയാം ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളാണ് നാം നേരിടുന്നത്. हालेलुया, हम अच्छे से जान सकते हैं कि आने वाले समय में इनसे भी बड़ी बड़ी बातों का हमें सामना करना होगा। ഈ മഹാമാരി എല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ യേശുവിന്റെ വരവ് അടുത്തു. यस, ये महामारी हमें ये बताती है कि यीशु का आगमन काफी निकट है। प्रियो, പ്രകൃതിയുടെ മാറ്റങ്ങളെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. प्रकृति में जो बदलाव हो रहे हैं वो सब कुछ हमें ये दर्शाता है, ये बताता है कि यीशु का आगमन निकट है। അപ്പോൾ യേശുവിന്റെ വരവ് അടുത്ത് നിൽക്കുമ്പോൾ, यीशु का आगमन जब काफी निकट है, അന്ത്യകാല സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. अंतिम दिनों के घटनाओं के बारे में, बातों के बारे में वचन में लिखा है। ബൈബിൾ പറയുന്നു, അല്ലിയ സ്നേഹം തണുത്തു പോകും, बाइबल में इस प्रकार लिखा है कि प्रेम ठंडा हो जाएगा, ജാതികൾ ജാതികളോട് എതിർക്കാൻ തുടങ്ങും, जाति जाति के विरुद्ध चढ़ाई करेंगे, രാജ്യം രാജ്യത്തോട് എതിർക്കാൻ തുടങ്ങും, राज्य राज्य के विरुद्ध में लड़ाई करेंगे। ലോകത്ത് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ വിഷയങ്ങളിലൂടെ ഈ തലമുറ കടന്നു പോകും. दुनिया में आज तक जो हमने आज तक सुना ना हो, जो देखा ना हो, उन अनुभव में से ये पीढ़ी गुजरेगी। അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ദൈവവൈതൽ അല്ലിയ ക്രിസ്തുവിന്റെ വരവിൽ സന്തോഷിക്കുകയാണ്. ये सब कुछ जब हम देखते हैं तो एक परमेश्वर का संतान यीशु के दोबारा आगमन के लिए वो तैयार होता है, वो आनंदित होता है। ഇന്നലെ നടന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ യിരെമ്യാവിനെ പോലെ തളർന്നു പോവുകയാണ്. हालेलुया, कल तक प्रार्थना किया हुआ एक परमेश्वर का भक्त आज प्रार्थना करने वाला एक परमेश्वर का भक्त यिर्मयाह के समान इन विषयों को देखकर कमजोर हो जाते हैं। ക്ഷീണിച്ചു പോകുന്നവരോട് ദൈവം ചോദിക്കുക, जो लोग थके हुए हैं उनसे परमेश्वर इस प्रकार पूछ रहे हैं, ഇതിനൊക്കെ നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ ഇനി വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും? परमेश्वर आपसे ये पूछते हैं कि इन समस्याओं के सामने यदि आप कमजोर हो जाते हैं तो आने वाली समस्याओं का आप कैसे सामना कर पाओगे। യിരെമ്യാവിനോട് പറയുകയാണ്, അവന്റെ പരാതി കേട്ടിട്ട്, നീ നിന്റെ രാജ്യക്കാരെ കൊണ്ട്, അതായത് അവന്റെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ കൊണ്ട് അദ്ദേഹം ക്ഷീണിച്ചു പോവുകയാണ്. देखो, परमेश्वर ने यिर्मयाह की हर एक शिकायतों को सुनकर परमेश्वर पूछ रहे हैं, तू अपने घर वालों की शिकायतों को सुनकर उनका विरोध को देखकर तू थक चुका है। നാട്ടിലുള്ളവരെ കൊണ്ട് അവരുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം ക്ഷീണിക്കുകയാണ്. देखो, उसके आस पड़ोस के या उसके शहर के, उसके देश के निवासियों की बातों को सुनकर यिर्मयाह थक चुका है। യിരെമ്യാവിനോട് ദൈവം ചോദിക്കുക, നീ ഈ മനുഷ്യരുടെ കൂടെ നടക്കുന്ന രണ്ട് കാലുള്ള ഈ മനുഷ്യന്റെ കൂടെയുള്ള വിഷയത്തിൽ നീ തളർന്നു പോയാൽ, देखो, तो परमेश्वर यिर्मयाह से इस प्रकार पूछते हैं कि तू मनुष्यों के संग दौड़कर यदि तू थक जाता है വരാൻ പോകുന്ന കുതിരകളോട് കൂടെ നീ എങ്ങനെ ഓടും? तो फिर आने वाले उन घोड़ों के संग तू कैसे बराबरी कर सकेगा। അതായത് ദൈവം പറയുന്നത് ഒരു ദൂതാണ്. യിരെമ്യാവിന്റെ കാലത്തായിരുന്നു. പിന്നീടുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ബാബിലോൺ ഇവരെ ആക്രമിക്കുന്നത് ഈ കാലത്തായിരുന്നു. हालेलुया, आगे के वचनों को जब हम पढ़ते हैं तो देख सकते हैं कि यिर्मयाह के समय में हालेलुया बैबिलोन के लोग इन पर आक्रमण कर रहे हैं। അർത്ഥം, നിന്റെ സ്വന്തം രാജ്യക്കാർ നിന്നെ എതിർക്കുമ്പോൾ നീ തളർന്നു പോവുകയാണ്. इसका मतलब तेरे देशवासी जब तेरा विरोध करते हैं उसी वक्त तू कमजोर हो जाता है। നിന്റെ നാട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിനക്ക് എതിർത്ത് നിൽക്കാൻ കഴിയാതെ നീ ക്ഷീണിച്ചു പോവുകയാണ്. तेरे हालेलुया शहर के लोग जब तेरा विरोध करते हैं उसके सामने तू खड़ा नहीं हो पा रहा, वहां पर तू कमजोर हो जा रहा है। യിരെമ്യാവേ, നിനക്കെങ്ങനെ ബാബിലോണിന്റെ ആക്രമണത്തെ, അവരുണ്ടാക്കാൻ പോകുന്ന പ്രശ്നത്തെ നീ എങ്ങനെ നേരിടും? तो परमेश्वर यिर्मयाह से पूछती हैं, तो है यिर्मयाह, तो बैबिलोन के विरोध आने वाले उन आक्रमणों का कैसे तू सामना कर पाएगा। കുതിരകളെന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ബാബിലോണിനായിരുന്നു. यहाँ पर घोड़े जो लिखे गए हैं उनको बैबिलोन की तुलना में परमेश्वर ने कहा है। ഹല്ലേലൂയ. ഇവരെയൊക്കെ എങ്ങനെ നീ ഓടി ജയിക്കും? परमेश्वर उससे सवाल करते हैं कि तू इन सब के कैसे बराबरी कर सकेगा। ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ,
आज प्रार्थना करने वाले परमेश्वर के लोगों, കഴിഞ്ഞ 2 മാസങ്ങൾ ഓരോ വിഷയങ്ങളെ നേരിട്ട് ഇവിടം വരെ എത്തിയ ദൈവമക്കളെ, पिछले बीते हुए 2 महीनों में अनेक विषयों का सामना करके यहां तक पहुंचे हुए परमेश्वर के लोगों, ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചില്ലേ? परमेश्वर ने क्या अब तक हमारी सहायता नहीं की? ആ ദൈവം ഇനി സഹായിക്കാൻ പോകുക. वो परमेश्वर आगे भी हमारी सहायता करेगा। കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. पिछले काफी दिनों से इन वचनों को बोल बोल कर मैं प्रार्थना कर रहा था। ഈ കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചാൽ എങ്ങനെ കുതിരകളെ ഓടി ജയിക്കും? प्यादों के संग दौड़कर यदि थक जाएं तो घोड़ों के संग कैसे बराबरी कर पाएंगे? ഇത് ഏത് വ്യക്തിയോടാണ്, ഏത് കുടുംബത്തോടാണ് ഈ ഒരു ദൂതം അറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ ആത്മാവ് എനിക്കൊരു ബോധ്യം നൽകുന്നത്, അല്ലിയ ഇന്ന് ചിലരെ ബലപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുക. यस, मुझे नहीं मालूम कि कौन से व्यक्ति के लिए यह वचन है या किस परिवार के लिए यह वचन है, मगर परमेश्वर की आत्मा कह रही है कि परमेश्वर ऐसे थके हुए लोगों को इन वचनों के द्वारा बलवंत करना चाहते हैं। ഒരു ദൈവവൈതലിന്റെ കൂടെ അല്ലിയ ഇടതുവശത്ത് കാലാളുകൾ നിൽക്കുക, മനുഷ്യർ നിൽക്കുക. हालेलुया, एक परमेश्वर के भक्त के दाएं और दाहिने और प्यादे खड़े हैं या मनुष्य लोग खड़े हैं, വലതുവശത്ത് കുതിരകൾ നിൽക്കുക. और बाएं तरफ घोड़े खड़े हैं। ഇതിനെ രണ്ടും അല്ലിയ മത്സരിച്ച് ഓടി ജയിക്കുക, ഇതാ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. तो परमेश्वर ने हमें यह जिम्मेदारी दी है कि इन दोनों के बीच में खड़े होकर इन दोनों के संग दौड़ना है और हमें जीतना है। മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് നമ്മളെ ക്ഷീണിപ്പിക്കുന്നവർ, मनुष्य अपने बातों से हमें गिराने वाले हैं, थकाने वाले हैं, അല്ലിയ നമ്മളെ തളർത്തിക്കളയുന്നവർ, हमें कमजोर कर देने वाली बातें वे बोलेंगे। നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടുകളിൽ പലരുമാണ് താമസം, പലരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബാംഗങ്ങൾ പലരുമാണ് താമസിക്കുന്നത്. और आप भी अपने घरों में अनेक लोग हो जो आप अपने घर में रहते हैं। എല്ലാവർക്കും ഒരു സ്വഭാവമല്ല. सब लोगों का एक स्वभाव नहीं है। നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിയിൽ പല ആൾക്കാരെ താമസിക്കുന്നു. आप जिस सोसाइटी में रहते हैं वहां के लोग अलग अलग स्वभाव के हैं। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ വലിയ നല്ല ആൾക്കാരാണ്. और मैं ये भी विश्वास करता हूं कि आपके साथ काम करने वाले, दफ्तर में काम करने वाले लोग भी अच्छे लोग होंगे। അവരൊക്കെ നമ്മളോട്, പ്രത്യേകിച്ച് ദൈവശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകമുള്ളവരോടൊക്കെ ഒരു വലിയ പോരാട്ടമുണ്ട് എല്ലായിടത്തും. मगर वे लोग भी परमेश्वर के भक्तों के विरोध में हमेशा एक लड़ाई उनसे रहती है। വീടിന്റെ അകം, घर के अंदर हो, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലായിരിക്കാം. सब लोगों ने शायद उद्धार नहीं पाया होगा, പക്ഷേ നമ്മളെ തളർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ ഭവനത്തിന്റെ അകത്ത് കാണും. मगर हमें कमजोर देने वाली अवस्थाएं हमारे घर के अंदर हो सकती हैं। നീ അവരാൽ ക്ഷീണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. आप उनके द्वारा थकने वाले व्यक्ति हैं। നാം നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നാം ക്ഷീണിക്കപ്പെടുന്ന ആൾക്കാരാണ്. या फिर हम अपने सोसाइटी के लोगों के बातों को सुनकर हम थकने वाले या कमजोर होने वाले व्यक्ति हैं। നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ പല സ്വഭാവങ്ങളുള്ളവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. हमारे दफ्तर में भी अनेक प्रकार के स्वभाव के लोग हमारे साथ काम करते हैं। അവരുടെ വാക്കുകളാൽ, അവരുടെ പ്രവർത്തനങ്ങളാൽ നാം ക്ഷീണിക്കപ്പെടുന്ന ആൾക്കാരാണ്. उनके बातों से, उनके कामों से क्या हम लोग कमजोर होते हैं, थक जाते हैं। ഹല്ലേലൂയ. ഇത് യിരെമ്യാവ് ഒരു പരാതി പോലെ ദൈവത്തോട് പറയുക. यिर्मयाह यहाँ पर हम देखते हैं एक शिकायत के समान परमेश्वर को ये सारी बातें बता रहे हैं। സർവശക്തനായ ദൈവം യിരെമ്യാവ് പ്രവാചകനോട് ചോദിക്കുക, मगर सर्वशक्तिमान परमेश्वर यिर्मयाह नबी से इस प्रकार पूछ रहे हैं, സ്വന്തം നാട്ടുകാരുടെ എതിർപ്പിന്റെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് ശക്തിയില്ലാതായോ? और क्या तू अपने देशवासियों के विरोध का सामना नहीं कर पा रहा है? ഹല്ലേലൂയ. നിനക്ക് അവരുടെ വാക്കുകളിൽ നീ ക്ഷീണിച്ചു പോകുന്നവനാണോ? क्या तू उनकी बातों को सुनकर कमजोर हो रहा है? അദ്ദേഹത്തോട് ദൈവം പറയുകയാണ്, परमेश्वर उनसे कहते हैं, ഹല്ലേലൂയ, നീ ഹല്ലേലൂയ എങ്ങനെ കുതിരകളോട് കൂടെ ഓടിച്ചേക്കും? अगर तू यहाँ पर थक जाएगा तो घोड़ों के संग कैसे तू बराबरी कर पाएगा? ദിവസങ്ങളിൽ ദൈവത്തിന്റെ മക്കളെ നാം ക്ഷീണിക്കവന്നവരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. इन दिनों में परमेश्वर के प्रियो, परमेश्वर हमसे ये नहीं चाहते कि हम अपने जीवन में थक जाएं। അപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ സൊസൈറ്റി, നാം ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, हमारा घर, हमारा सोसाइटी, जिस मंडली में हम काम कर रहे हैं, उन सारे इलाकों में എല്ലാവർക്കും ക്രിസ്തുവിനെ മനസ്സുള്ളവരുമായിട്ടല്ല നാം സഹകരിക്കുന്നത്. देखो हालेलुया, जो लोग परमेश्वर को जानते हैं या परमेश्वर के मन के अनुसार जीने वाले लोगों के साथ नहीं है जो हम संगति रख रहे हैं। എല്ലായിടത്തും ദൈവത്തിന്റെ മക്കളുമായിട്ടല്ല നാം സഹകരിക്കുന്നത്. हर जगह परमेश्वर के लोगों के साथ नहीं है जहां हम काम कर रहे हैं। നമ്മൾ പല ആൾക്കാർ കൂടെയാണ് നാം ആയിരിക്കുന്നത്. हम अनेक प्रकार के लोगों के बीच में रह रहे हैं। അവരുടെ കൂടെ നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. उन लोगों के साथ हम भी दौड़ रहे हैं। അപ്പോൾ അവരുടെ കൂടെ ഓടിയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല. उन लोगों के साथ दौड़कर हम जीत नहीं पा रहे हैं।
യിരെമ്യാവിനെ പോലെ നാം ക്ഷീണിക്കുക. यिर्मयाह के समान हम भी थक जा रहे हैं। എല്ലാ രാത്രിയിലും കംപ്ലൈന്റുകൾ കൊണ്ട് നിറഞ്ഞ ദിവസങ്ങളാണ്. हर दिन रात को हम परमेश्वर की उपस्थिति में शिकायतें कर रहे हैं। നാം പലതിലും മടുത്തു പോവുകയാണ്. हम बहुत सारी बातों में थक चुके हैं। അവരോട് ദൈവം പറയുന്നു, നീ മടുക്കരുത്. मगर आप लोगों से परमेश्वर इस प्रकार कहते हैं कि आप ना थके, കാര്യം നമ്മളെല്ലാം എൻഡേമല്ല ജീവിക്കുന്നത്. क्योंकि हम सब लोग एक अंतिम समय में जी रहे हैं। നാം നിൽക്കുന്ന രാജ്യം പോലും ഇളകാനുള്ള രാജ്യമാണ്. हम जिस देश में, जिस पृथ्वी पर है, ये बिल्कुल हिलने वाला एक देश है। എഫേസ് ലേഖനം പറയുന്ന പോലെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ജാതികൾക്ക് ദുർദിവസങ്ങളായിരിക്കും. इन हालेलुया, जिस प्रकार इफिसियों की पत्री में लिखा है कि अन्य जाति लोगों के लिए आने वाले हर एक दिन बुरे दिन होने जा रहे हैं, പ്രാർത്ഥിക്കുന്നവർക്ക് ഇത് നല്ല ദിവസങ്ങളുമായിരിക്കും. मगर प्रार्थना करने वाले लोगों के लिए आने वाले दिन अच्छे दिन होंगे। ഈ പട്ടുമെത്തയുടെ ഒരു കാലം ഉണ്ടാകുമെന്ന് ആരും പ്രവചിക്കുക പോലും ചെയ്യില്ല. കാര്യം അങ്ങനെ ഒരു കാലമല്ല ഇനി വരാൻ പോകുന്നത്. देखो, आने वाले समय के बारे में कोई ऐसी भी भविष्यवाणी ना करे कि आने वाला समय बहुत ही सुखदायक समय होगा। കാര്യം ദൈവസഭകൾ എടുക്കാൻ സമയമായിരിക്കുകയാണ്. ऐसा नहीं होगा प्रियो, क्लेशों का, कष्टों का समय आने वाला है, क्योंकि यीशु की कलीसिया उठा ली जाने वाली है। അതുകൊണ്ട് നാം പലരും നമ്മൾ ചുറ്റും ഓടി നമ്മളെ തളർത്താൻ ശ്രമിക്കും. इसलिए हमारे चारों तरफ अनेक लोग दौड़कर हमें गिराने के लिए, थकाने की कोशिश करेंगे, പക്ഷെ നാം ക്ഷീണിച്ചു പോകരുത്. मगर हम ना थके। നമ്മുടെ വലതുവശത്ത് നിൽക്കുന്ന കുതിരകൾക്കും എതിരെ ഓടുവാനാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. हमारे दाएं तरफ खड़े हुए घोड़ों के साथ दौड़ने के लिए प्रभु ने हमें खड़ा किया है। ദൈവത്തിന്റെ ദുഃഖം ഇതാണ്, മനുഷ്യന്റെ മുമ്പിൽ ഇവർ തോറ്റുപോവുകയാണ്. परमेश्वर का दुख ये है कि ये लोग मनुष्यों के आगे पराजित हो जाते हैं। അതുകൊണ്ടാണ് എപ്പോഴേലും ക്ഷീണിക്കുമ്പോ, इसलिए जब कभी आप थक जाते हैं, എപ്പോഴേലും മടുക്കുമ്പോ, जब कभी आप कमजोर हो जाते हैं, വളരുമ്പോ ദൈവമക്കൾ എപ്പോഴും വായിക്കേണ്ട ചില വാക്യങ്ങളാണല്ലോ എബ്രായ ലേഖനം 12-ാം അധ്യായം. हालेलुया, जब आप थक जाते हैं तो आपको कौन सा वचन पढ़ना है? वो है इब्रानियों की पत्री 12वां अध्याय, അത് വായിക്കാമോ? 3-ാമത്തെ വാക്യം. उसका 3रा पद एक बार हम पढ़ेंगे। എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? वचन में क्या लिखा हुआ है? ഹല്ലേലൂയ. इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना विरोध सह लिया कि तुम निराश होकर साहस ना छोड़ दो। നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു മടക്കാതിരിപ്പാൻ അല്ലെ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. यस, उस परमेश्वर पर हमें हमेशा ध्यान करते रहना है। യിരെമ്യാവേ, അങ്ങ് ഈ പാപികളാൽ നേരിടുന്ന വിരോധങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ക്ഷീണിക്കുകയാണോ? है यिर्मयाह, क्या इन पापियों के हालेलुया और से आने वाले विरोध के आगे आप थक रहे हो? ദൈവത്തെ അറിയാത്ത വീട്ടുകാർ, ദൈവത്തെ അറിയാത്ത അല്ലെ കൂടെ ജോലി ചെയ്യുന്നവർ, ദൈവത്തെ അറിയാത്ത നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കണ്ട്, പിശാചിന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ കണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോവുകയാണ്. परमेश्वर को ना जानने वाले लोगों के कामों को देखकर, हालेलुया, शैतान के कामों को देखकर क्या आप लोग थक जा रहे हो? അങ്ങനെ ക്ഷീണിക്കുന്നവരോട് കർത്താവ് പറയുന്നു, ऐसे थकने वाले लोगों से परमेश्वर इस प्रकार कहते हैं, ഹല്ലേലൂയ, നിങ്ങൾ എങ്ങനെ കുതിരകളോട് കൂടെ ഓടി ജയിക്കും? अगर आप यहाँ पर थक जाएंगे तो घोड़ों के संग कैसे बराबरी कर पाओगे? ക്ഷീണിക്കുന്നവരോട് ദൈവം പറയുന്നതാണ് എബ്രായ ലേഖനം 12 നിങ്ങൾ വായിച്ചിരിക്കണം. हालेलुया, जो लोग थक जाते हैं अपने जीवन में, उनसे परमेश्वर कहते हैं कि इब्रानियों की पत्री 12वें अध्याय को आप जरूर पढ़िएगा। ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന ആളാണ് യേശു. हालेलुया, परमेश्वर की उस समानता को, उस तुल्य अनुभव को ना पकड़े रखते हुए यीशु मसीह इस दुनिया में हमारे लिए आए हैं। ആ യേശുവാണ് വിശ്വാസത്തിന്റെ നായകൻ. और वो यीशु मसीह हमारे विश्वास के कर्ता है। അല്ലയ, പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കാനാണ് എബ്രായ ലേഖനം 2-ാം വാക്യം പറയുന്നത്. इब्रानियों की पत्री 12वें अध्याय के 2 पद में लिखा है कि उस सिद्ध करने वाले यीशु की ओर ताकते रहो। ഹല്ലേലൂയ, പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. सिद्ध करने वाले यीशु की ओर ताकते रहो। ക്ഷീണിക്കുന്നവർ, മടുക്കുന്നവർ ലോകത്ത് മറ്റുള്ള ആരെയല്ല നോക്കേണ്ടത്. പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരെയല്ല നോക്കേണ്ടത്, പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരെയല്ല നോക്കേണ്ടത്. ശരിക്കും യേശുവിനെയാണ് നാം നോക്കേണ്ടത്. यस हालेलुया, जो लोग अपने जीवन में थक जाते हैं, कमजोर हो जाते हैं, आपको हालेलुया इस दुनिया के किसी मनुष्य को नहीं देखना, पुराने नियम के भविष्यवक्ताओं को नहीं देखना, नए नियम के प्रेरितों को नहीं देखना, हमें केवल और केवल यीशु को देखना है। യേശു എല്ലാവരാലും അല്ലയ ഒത്തിരി പരിഹാസമേറ്റവനാണ്. यीशु ने अपने जीवन में हर एक व्यक्तियों की ओर से विरोध को सहा है, निंदाओं को उसने सहा है। വീടിന്റെ അകത്ത് പോലും അല്ലയ ഒരുപക്ഷെ തള്ളപ്പെടലുകൾ യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. यीशु के घर, हालेलुया, यीशु के जीवन में अपने घर के अंदर भी हालेलुया वो ठुकराए गए हैं। ബൈബിൾ പറഞ്ഞ യേശുവിന്റെ സഹോദരന്മാർ പോലും യേശുവിനെ വിശ്വസിച്ചത് യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾ കഴിഞ്ഞാണ്. यह हालेलुया वचन में इस प्रकार लिखा है कि यीशु के खुद के भाइयों ने भी यीशु पर जो विश्वास किया, तब विश्वास किया जब यीशु मर के उनका पुनरुत्थान हुआ।
അപ്പോൾ വീടിന്റെ അകത്ത് പോലും തള്ളപ്പെട്ട ഒരു അനുഭവമായിരുന്നു. यीशु को अपने घर में भी अनेक बार अकेलापन या ठुकराव सहना पड़ा है। ഇവിടെ നടക്കുന്ന ശിഷ്യന്മാരിൽ പോലും ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങൾ യേശു നേരിട്ടിട്ടുണ്ട്. हालेलुया। अपने साथ चलने वाले चेलों की ओर से भी यीशु ने अनेक हालेलुया अनुभव को सहा है। യേശുവിന്റെ കയ്യിൽ നിന്ന് സൗഖ്യമേറ്റവർ, യേശുവിന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി കഴിച്ചവർ, യേശുവിന്റെ കയ്യിൽ നിന്നുള്ള നന്മകൾ അനുഭവിച്ചവർ പോലും യേശുവിനെ സമയങ്ങളിൽ തള്ളിമാറ്റിയിട്ടുണ്ട്. यीशु से चंगाइयों को पाए हुए लोग, यीशु के हाथों से रोटी लेकर खाए हुए लोग, यीशु की भलाइयों का अनुभव किए हुए लोगों ने भी यीशु को ठुकराया है। ശരിക്കും ഈ 33 തിരുവയസ്സ് വരെ ഈ മണ്ണിൽ ജീവിച്ച യേശു ഒരുപക്ഷെ ഇങ്ങനെയുള്ള വീടിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും സ്വന്തം ജാതികളിൽ നിന്നൊക്കെ നേരിട്ട പ്രശ്നങ്ങൾ കാരണം ഒരുപക്ഷെ ക്ഷീണിച്ചു പോകാൻ കാരണമൊക്കെ അതൊക്കെ കാരണമായി മാറാം. हालेलुया। यीशु अपने 33.5 उम्र तक अपने घर परिवार में से, देशवासियों के बीच में से लोगों के और से विरोधों को सह सहकर हो सकता है कि वो भी अपने जीवन में कमजोर या थक चुके होंगे। നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആരുടെ പ്രശ്നങ്ങളുമായിട്ടാണ് തട്ടിച്ചു നോക്കേണ്ടത്? യേശുവിന്റെ വിഷയങ്ങളുമായിട്ടാണ്. परमेश्वर के प्रियो, हम अपने जीवन में जिन समस्याओं का सामना कर रहे हैं उसकी तुलना किससे करनी है? हमें यीशु के जीवन से करनी है। അപ്പോൾ നമ്മൾ ചിന്തിക്കും യേശു നേരിട്ട വിഷയങ്ങളൊന്നും ഞാൻ നേരിട്ടിട്ടില്ലല്ലോ. देखो हालेलुया, जब हम ऐसा करेंगे तो हमें पता चलेगा कि यीशु ने जो कुछ सहा है ऐसा हम कुछ भी नहीं सह रहे हैं। യിരെമ്യാവ് മനുഷ്യരുടെ പ്രശ്നങ്ങളെ തളർന്നിരിക്കുമ്പോൾ യേശു മനുഷ്യരുടെ വിഷയങ്ങൾ തളർന്നിട്ടില്ല. यिर्मयाह मनुष्यों के विषय में थका हुआ है, मगर यीशु को देखो, यीशु मनुष्यों के और से आए हुए विषयों में वो थका नहीं है। നോക്ക്, അല്ലിയ തന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം യേശു ഓർത്തോണ്ടിരുന്നു. यीशु के आगे रखे हुए उस खुशी को, उस आनंद को हमेशा वो नित्य याद करते रहते हैं। അതുകൊണ്ടാണ് അതിന്റെ രണ്ടാം വാക്യം പറയുന്ന എബ്രായ ലേഖനം സന്തോഷം ഓർത്തു. हालेलुया। इसलिए इब्रानियों की पत्री 12:2 में इस प्रकार लिखा है कि उसने उस आनंद के लिए जो उसके आगे धरा था स्मरण करता रहा। അപമാനം അലക്ഷ്യമാക്കി, इसलिए सारी लज्जा को उसने तुच्छ समझा। ക്രൂശിനെ സഹിക്കും. क्रूश का दुख सह लिया ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. और परमेश्वर के सिंहासन की दाहिनी ओर जा बैठा। അതിന്റെ അർത്ഥം വീടിന്റെ അകത്ത് തള്ളപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, देखो, जब कभी यीशु मसीह अपने घर के अंदर ठुकराए जा रहे थे, നാട്ടുകാരുടെയിൽ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, देशवासियों के बीच में जब यीशु ठुकराए जा रहे थे, തന്റെ നന്മ പ്രാപിച്ചവരുടെ കയ്യിൽ നിന്ന് താൻ തള്ളപ്പെടലുകൾ ഏറ്റുകൊണ്ടിരുന്നപ്പോൾ, यीशु के हाथों से भलाई पाए हुए लोगों के ओर से जब यीशु विरोध सह रहे थे, എത്ര അഴുക്ക് പേരുകളാണ് യേശുവിനെ അവർ വിളിച്ചോണ്ടിരുന്നത്. यीशु को देखकर उन लोगों ने कितने ही के बुरे बुरे नाम हैं जो यीशु को बुलाया है। ആരും കേൾക്കാൻ കൊള്ളാത്ത പേരുകൾ പോലും യേശുവിനെ അവർ വിളിച്ചോണ്ടിരുന്നു. कोई सुनना भी नहीं पसंद करता ऐसे नाम को लोगों ने यीशु को दिया। ഇവൻ പിശാചിന്റെ മകനാണെന്ന് പോലും പറഞ്ഞു. और आखिर में लोगों ने ये भी बोला कि ये शैतान का संतान है, ഇവൻ പിശാചാന്ന് പറഞ്ഞു. और बोला कि ये शैतान है। ഹല്ലേലൂയ. ശരിക്കും മാനസികമായി തളരുന്ന ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാമോ അത്രയും പ്രവർത്തിച്ചു. देखो, मानसिक तौर से जितना उसको कमजोर किया जा सकता है उतना लोगों ने करने की कोशिश करी। പക്ഷേ യേശുവിന്റെ ഒരു സ്വഭാവമായിരുന്നു മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ടിരുന്നു. मगर यीशु के जीवन की सबसे बड़ी खूबी यही थी कि यीशु के जीवन के आनंद जो उसके आगे धरा हुआ था उसको वो स्मरण करते रहे। വീടിന്റെ അകത്ത് വീടിന്റെ പുറത്ത് പല മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, മനുഷ്യരാൽ നിങ്ങൾ തള്ളപ്പെടലുകളും അല്ലെ മനുഷ്യരാൽ അപമാനങ്ങളും മനുഷ്യരാലുള്ള പ്രശ്നങ്ങളാൽ നിങ്ങൾ തളർന്നു പോകുന്നവരാണോ? हालेलुया है परमेश्वर के प्रियो, आपके घर के अंदर, घर के बाहर क्या मनुष्यों की ओर से आए हुए विरोधों को सहकर आप लोग थक गए हैं, कमजोर हो चुके हैं? പക്ഷെ നിങ്ങൾ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കണം. मगर आपके आगे रखे हुए उस आनंद के बारे में आप स्मरण करें। ഇന്ന് രാവിലെ ദേവദാസൻ പാടി തുടങ്ങിയപ്പോൾ, आज सुबह जब परमेश्वर के दास गीत गाकर आराधना जब कर रहे थे, നമ്മൾ അന്യഭാഷയിലൊക്കെ ആരാധിക്കുമ്പോൾ, हम लोग जब अन्य भाषाओं में परमेश्वर की आराधना कर रहे थे, ഇന്നലകൾ നടത്തിയ ദൈവത്തോട് നമുക്ക് സന്തോഷമുണ്ട്. कल तक हमें चलाने वाले उस परमेश्वर को हम धन्यवाद खुशी के साथ कर पा रहे थे। പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇനി വരാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓർക്കുമ്പോഴാണ്. मगर इससे बढ़कर जो आनंद हमारे जीवन में है प्रियो, पर आने वाले परमेश्वर के कामों को स्मरण करते हुए वो हम आनंदित होने पाए। ഭൂമിയിലുള്ള കാര്യങ്ങളെക്കാൾ ഉപരി സ്വർഗത്തിൽ ഇനി നമ്മളുമായി ബന്ധപ്പെട്ട് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ അല്ലെ അന്യഭാഷ പറയാതിരിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ആ സന്തോഷം ഓർത്താൽ ആ സന്തോഷം ഓർത്താൽ നമ്മൾ ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. यस हालेलुया। इस दुनिया की बातों को लेकर नहीं, मगर आने वाले उस अनंत जीवन, उस स्वर्ग के जीवन के बारे में जब हम स्मरण करते हैं तब हम परमेश्वर की आराधना किए बिना नहीं रह सकते, हम चुपचाप नहीं बैठ सकते प्रियो। യേശു മുന്നിൽ വെച്ച സന്തോഷം ഓർത്തു. हालेलुया। यीशु ने भी अपने जीवन के हालेलुया आगे धरे हुए उस आनंद को यीशु ने स्मरण किया।
33 വയസ്സ് വരെ ഈ ഭൂമിയിലുണ്ടായിരുന്നു. 33.5 साल तक यीशु मसीह इस दुनिया में थे. 3.5 വർഷം കാഠിന്യമേറിയ ശോധനയായിരുന്നു തന്റെ ലൈഫിൽ. 3.5 साल का यीशु का जीवन काफी कठिन समय था, काफी कठिन अनुभव से होकर गुजरे हैं. പക്ഷെ मुന്നിൽ വെച്ച സന്തോഷം ഓർത്തു. मगर यीशु ने अपने जीवन के आगे धरे हुए उस आनंद को स्मरण किया. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു ഹാലേലൂയ പറയാമോ? अपने हाथों को उठाकर आप हालेलुया बोल सकते हैं. ഈ മുന്നിൽ വെച്ച സന്തോഷം ഓർക്കുന്നവർ ഒരു ഹാലേലൂയ പറയാമോ? जो लोग अपने जीवन के आगे रखे हुए उस आनंद को स्मरण करते हैं, वे लोग अपने हाथों को उठाकर परमेश्वर की महिमा करें. ഇപ്പോൾ ഉള്ളതല്ല, അടുത്ത നിമിഷം വരാൻ പോകുന്ന സന്തോഷങ്ങളുണ്ട്. अब अभी का अनुभव नहीं, मगर अपने जीवन में आने वाले उस अनुभव को सोचते हुए आप परमेश्वर की स्तुति करें. യേശു സന്തോഷിച്ചു. यीशु आनंदित हुए. ഹാലേലൂയ. അതുകൊണ്ട് എന്താ പറയുന്ന, അപമാനത്തെ അലക്ഷ്യമാക്കി. इसलिए क्या वचन कहता है कि उन्होंने अपने जीवन की लज्जाओं की कुछ चिंता नहीं की. അപ്പോൾ ദൈവത്തിന്റെ മകനാണ് യേശു. देखो, परमेश्वर का पुत्र है यीशु. ഹല്ലേലൂയ. ദൈവമാണ് യേശു. यीशु मसीह अपने आप में वो परमेश्वर है. എന്ത് അപമാനങ്ങളായിരുന്നു ഈ ഭൂമിയിൽ വന്നേറ്റത്. मगर इस दुनिया में आकर कितने ही लज्जाओं को यीशु ने सह लिया. പക്ഷെ അതിനെല്ലാം അലക്ഷ്യമാക്കി. मगर उन सारी बातों की यीशु ने चिंता नहीं की. അതിനെല്ലാം തള്ളിക്കളഞ്ഞു. उन सारी बातों को यीशु ने ठुकरा दिया. എന്തൊക്കെ കളിയാക്കിപ്പേരായിരുന്നു യേശുവിനെ വിളിച്ചത്. यीशु को कितना ही मजाकिया नाम से लोग बुलाते थे. എല്ലാ അപമാനങ്ങളും അലക്ഷ്യമാക്കി. सारी अपमानों को, लज्जाओं को उसने छोड़ दिया. വീട്ടിൽ കഴിക്കാൻ വിളിച്ചിട്ട് ക്ഷണിച്ചിട്ട് എത്ര വട്ടം യേശുവിനെ ആൾക്കാര് അല്ലെ കളിയാക്കി വിട്ടു. देखो, घर पे भोजन के लिए यीशु को अनेक लोगों ने बुलाया, मगर कितनी ही बार यीशु की निंदा करते हुए उन लोगों ने वापस भेजा. അപമാനത്തെ അലക്ഷ്യമാക്കി വിട്ടു. मगर यीशु ने उन सारी लज्जाओं को, हालेलुया, उसके बारे में नहीं सोचा. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു യേശു ക്രൂശിൽ സഹിച്ചത്. इस दुनिया की सबसे बड़ी समस्या थी और परेशानी जो यीशु ने क्रूस पर सहा है. അതെല്ലാം സഹിച്ചു. यीशु ने सब कुछ सह लिया. എല്ലാം ഒരു കാര്യം ഓർത്തപ്പോ, केवल एक बात को स्मरण करते हुए, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കാര്യം ഓർത്തപ്പോ, देखो, स्वर्ग में, हालेलुया, उस परमेश्वर के सिंहासन की दाहिनी और बैठने के बारे में जब यीशु ने सोचा तो सब कुछ सह लिया. മനുഷ്യരാലും പല സാഹചര്യങ്ങളാലും ക്ഷീണിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയുന്നു. मनुष्यों के द्वारा, इस दुनिया के विभिन्न परिस्थितियों के द्वारा थकने वाले लोगों से मैं कहना चाहता हूं, നാലാളുകളുടെ കൂടെ ഓടി തളരുന്നവരോടായത്. हालेलुया, आज का संदेश उन लोगों के लिए है जो, हालेलुया, मनुष्यों के संग दौड़कर जो थक जाते हैं. ഹല്ലേലൂയ. അവരോട് പറയുന്നു, ഒരു സന്തോഷം ഓർക്കണം കേട്ടോ. हालेलुया, आपसे कहा जा रहा है कि आप एक आनंद के लिए जो आपके आगे रखा है उसको स्मरण करो. യേശു ഓർത്തത് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തെ ആ സ്ഥലത്ത് ഇരിക്കുന്നത് യേശു കണ്ടത്. यीशु मसीह ने इन सारे क्लेशों को सहते समय स्वर्ग में पिता परमेश्वर के दाहिनी और उस सिंहासन पर बैठे हुए उस अनुभव को स्मरण किया. ആ കാര്യം നമ്മൾ ഓർക്കണം. हम भी अपने जीवन में इस अनुभव को स्मरण करें. നാമും യേശുവിന്റെ കൂടെ ഇരിക്കുന്ന ആ കാലങ്ങൾ ഓർക്കണം. हालेलुया, हम भी स्मरण करें कि एक समय आएगा जब हम भी उस परमेश्वर के साथ बैठेंगे. ഒരു സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. यस, जितने लोग खुश हैं वे लोग परमेश्वर की स्तुति करें प्रियो. അതോർത്ത് നാം സന്തോഷിക്കണം. हालेलुया, उस अच्छे दिन के बारे में सोचकर हमें आनंदित होना है. അതാണ് മൂന്നാമത്തെ വാക്യം പറയുന്നത്. तीसरा पद यही कहता है, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, आपका हृदय जब थक जाता है, ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ आप अपना साहस ना छोड़ दो. इसलिए പാപികളാൽ തനിക്ക് നേരിട്ടുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. जिसने अपने विरोध में पापियों का इतना विरोध सह लिया, हालेलुया, हालेलुया, उस पर हमें ध्यान देना है. യിരെമ്യാ പ്രവചനന്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ, यिर्मयाह नबी के पुस्तक 12वें अध्याय के 5वें पद में, മനുഷ്യന്റെ കൂടെ ഓടി തളർന്നിരിക്കുന്ന ഈ മനുഷ്യനോട്, देखो, मनुष्यों के संग दौड़कर थके हुए इस व्यक्ति से ദൈവം അവനെ ബലപ്പെടുത്തി പറയാണ്, നിനക്ക് ഓടാനുള്ളത് കുതിരകളോടുകൂടെയാണ്. परमेश्वर यिर्मयाह को बलवंत करते हुए इस प्रकार कहते हैं कि तेरी दौड़ जो है अब घोड़ों के संग होने जा रहा है. ഹല്ലേലൂയ. പല മനുഷ്യരാൽ പലതും സഹിച്ച് ക്ഷീണിച്ചവരോടാണ് ഇന്നത്തെ ദൈവിക ദൂത്. आज का संदेश उन लोगों के लिए है जो अपने जीवन में मनुष्यों का विरोध सहकर जो थक चुके हैं. പല ഡിഫിക്കൽട്ടായ സിറ്റുവേഷനിലൂടെ പോകുന്നവരോടാ കർത്താവിന്റെ ദൂത്. आज संदेश, आज की वाणी उन लोगों से है जो अपने जीवन में काफी मुश्किल भरे हुए अनुभव से होकर गुजर रहे हैं. നിങ്ങൾ ഒരാളെ നോക്കിയാൽ നിങ്ങൾക്ക് ശക്തി കിട്ടും. यदि आप एक व्यक्ति की ओर देखेंगे तो आपको सामर्थ मिलेगी. അത് യേശുവിനെ നോക്കിയാലാണ്. वो है हमारा यीशु प्रियो.
യേശു ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരുന്നു വരാനുള്ള കാലത്തെ ഓർത്തു. यीशु अपने जीवन में वो आनंदित रहे, अपने आने वाले उस अच्छे दिनों के बारे में सोचकर वो आनंदित रहे। ഇന്ന് നീ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നിന്റെ കണ്ണ് മാറ്റിയിട്ട് യേശുവിലേക്ക് നോക്കാം. यस, आज जिन समस्याओं का आप सामना कर रहे हैं, उन परेशानियों को, उन समस्याओं से अपनी नजरों को हटाकर आप जरा यीशु को देखें। നിന്നെ ദുഃഖിപ്പിക്കുന്നവരിൽ നിന്നുള്ള ആ കണ്ണ് വിട്ടിട്ട് യേശുവിലേക്ക് നോക്കാം. आपको दुख देने वाले लोगों की ओर से अपनी नजरों को हटाकर आप उस यीशु की ओर जरा देखें। യേശുവിലേക്ക് നോക്കുമ്പോൾ ദുഃഖം മാറിയിട്ട് ആ സ്ഥലത്തേക്ക് ഒരു സന്തോഷം വരാൻ പോകുകയാണ്. जब आप यीशु की ओर देखोगे, आपके जीवन का दुख चला जाएगा, वहां पर परमेश्वर का आनंद आएगा। അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഇപ്പോഴുള്ള അപമാനത്തെ നമ്മൾ നിസ്സാരമായിട്ടെണ്ണും. तब हम अपने जीवन में जिन हालेलुया कष्टों को सह रहे होंगे, उन सारे कष्टों को हम भूल जाएंगे। ക്രൂശ് അനുഭവിച്ചപ്പോഴും ദൈവത്തോട് പരാതി പറയാഞ്ഞതിന്റെ കാര്യം, क्रूस को सहते वक्त भी यीशु ने पिता परमेश्वर से शिकायत इसलिए नहीं किया, തന്റെ ഉള്ളിന്റെ ഉള്ളിലെല്ലാം പിതാവിന്റെ വലതുവശത്തിരിക്കുന്ന ആ കസേരയിൽ താൻ ഇരിക്കുന്ന കാലമാ താൻ ഓർത്തുകൊണ്ടിരുന്നത്. क्योंकि यीशु मसीह अपने हृदय में यही चिंता कर रहे थे, यही सोच रहे थे कि मैं आने वाले समय में मेरे पिता परमेश्वर के संग उस सिंहासन पर उसके दाहिनी ओर मैं भी बैठूंगा। യേശുവിനെ പ്രതി ആരെങ്കിലും അപമാനം അനുഭവിക്കുന്നുണ്ടോ? यीशु के नाम को लेकर यदि कोई भी अपमान को सह रहे हैं, യേശുവിനെ പ്രതി അല്ലെ ക്രൂശ് ആരെങ്കിലും സഹിക്കുന്നുണ്ടോ? यीशु के नाम के हालेलुया निमित्त यदि आप अपने जीवन में क्रूस को सह रहे हैं, ഉള്ളിലേക്ക് ഒരു ചിത്രം ഞങ്ങൾ കൊണ്ടിടാൻ ആഗ്രഹിക്കുക. आपके हृदय में एक तस्वीर को हम लाना चाहते हैं। പിതാവിന്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടിയും ഒരു കസേര ദൈവം ഒരുക്കിയിട്ടുണ്ട്. पिता परमेश्वर के दाहिनी ओर आपके लिए भी एक कुर्सी तैयार रखा है। അവിടെ യേശു ഇരിക്കുന്നത് പോലെ നാമും ഇരിക്കുന്ന ഒരു കാലമുണ്ട്. ऐसा समय आएगा प्रियो, जिस प्रकार यीशु वहां बैठे हैं, हम भी उनके संग बैठेंगे। ഇതാണ് ആരാധിക്കുന്നവന്റെ ഉള്ളിൽ തെളിഞ്ഞു വരേണ്ട ചിത്രം. आराधना करने वाले व्यक्ति के हृदय में यह तस्वीर हमेशा आना है। ഹല്ലേലൂയ. हालेलुया, അതാണ് നമ്മളെ ഭൂമിയിൽ ജീവിപ്പിക്കാൻ ശക്തി തരുന്നത്. हालेलुया, ये दृश्य है, ये दर्शन है जो हमें इस दुनिया में जीने के लिए बल देता है। അതുകൊണ്ട് ഹല്ലേലൂയ, യേശുവിനെ നോക്കുക. इसलिए हम यीशु की ओर देखें। അപ്പോൾ മടുക്കത്തില്ല, ക്ഷീണിക്കത്തില്ല. अगर हम यीशु की ओर देखेंगे तो नहीं थकेंगे, कमजोर नहीं होंगे। അവൻ പാപികളാൽ നേരിട്ട കാര്യങ്ങൾ ഭയങ്കരമല്ലായിരുന്നു. और उसने भी तो पापियों का कितना ही विरोध सहा है, പക്ഷേ അതെല്ലാം ധ്യാനിക്കുക. मगर यीशु मसीह उस स्वर्ग की ओर मनन कर रहे हैं। ദേവാസൻ ഷോജോ ഒന്നും കൂടെ എബ്രായ ലേഖനം 12 3 വാക്യം വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മാറാം. हालेलुया, एक और बार इब्रानियों की पत्री 12वें अध्याय के 3 पद को पढ़कर हम हालेलुया अपने वचन की ओर हम आएंगे। इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना विरोध सह लिया कि तुम निराश होकर साहस ना छोड़ दो। ഹല്ലേലൂയ. പൗലോസ് പരിശുദ്ധാത്മാവിൽ ദൈവസഭയെ പ്രബോധിപ്പിക്കുകയാണ്, ശക്തീകരിക്കുകയാണ്. यस, पौलुस परमेश्वर की आत्मा में होकर कलीसिया के लोगों को उपदेश दे रहे हैं, उनको बलवंत कर रहे हैं। രാവും പകലും നീ ധ്യാനിക്കേണ്ടത് നിന്റെ പ്രശ്നത്തെ അല്ല. रात दिन आपको अपनी समस्याओं पर मनन नहीं करना है। രാവും പകലും നീ ധ്യാനിക്കേണ്ടത് നിനക്കെതിരെ പ്രതികൂലം ഉണ്ടാക്കുന്ന വ്യക്തിയെ കുറിച്ചല്ല. रात दिन आपको आपके विरोध में खड़े हुए व्यक्तियों के बारे में नहीं सोचना है। നീ ധ്യാനിക്കാൻ പറ്റിയ ഒരാളെ ദൈവം നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുതരികയാണ്. हालेलुया, मगर आप जो मनन कर सकते हैं उस व्यक्ति को परमेश्वर आपके हृदय में लेकर आ रहे हैं। നാം ധ്യാനിക്കേണ്ട വ്യക്തി യേശുവാണ്. हमें उस यीशु पर मनन करना है प्रियो, പാപികളാ ഒത്തിരി പരീക്ഷകളേറ്റവനാണ്. क्योंकि यीशु ने अपने जीवन में पापियों के द्वारा बहुत ही विरोध को सहा है। പക്ഷേ ഒരു ദിവസം ഇതിനെല്ലാം പൊളിച്ച് യേശു വെളിയിൽ വന്നു. मगर इन सारे समस्याओं को, इन सारे बंधनों को तोड़कर यीशु मसीह एक दिन बाहर निकले हैं। ഹല്ലേലൂയ. എന്നേക്കുമായി യേശു ജയാളിയായി. और हमेशा हमेशा के लिए हमारा यीशु जयवंत हुआ है। ഹല്ലേലൂയ. പിശാചിന്റെ വാഴ്ച യേശു അവസാനിപ്പിച്ചു. शैतान की प्रधानताओं को यीशु ने खत्म कर दिया। ഇതാണ് നാം ധ്യാനിക്കേണ്ടത്. इन बातों पर हमें ध्यान करना है। അതുകൊണ്ട് പ്രശ്നത്തെ ധ്യാനിക്കാതെ, इसलिए हम अपनी समस्याओं पर ध्यान ना करते हुए, പ്രതികൂലം ഉണ്ടാക്കിയ വ്യക്തികളെ ധ്യാനിക്കാതെ, हमारे जीवन में प्रतिकूल को लाए हुए व्यक्तियों पर ध्यान ना देते हुए, മന്ത്രവാദങ്ങളെ ധ്യാനിക്കാതെ, जादू टोने पर ध्यान ना देते हुए, ചിലരുടെ എല്ലാം ഉള്ളിന്റെ അകത്ത് പിശാചാണ് വലിയ ആളായിരിക്കുന്നത്. कुछ लोगों के हृदय के अंदर शैतान है जो सबसे बड़ा है। നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, എലീശയോട് ചോദിച്ചാൽ എലീശ പറയും, एलीशा से अगर हम पूछेंगे तो एलीशा हमसे कहेगा, ബാല്യക്കാരന് വലുത് അവന്റെ മുമ്പിൽ എതിർക്കാൻ നിൽക്കുന്ന ആ
ശത്രുക്കളെയായിരുന്നു. देखो एलीशा का जो दास था उसके सामने हालेलुया खड़े हुए शत्रु की सेना थी जो उसके लिए सबसे बड़ा दिख रहा था. പക്ഷെ കണ്ണ് തുറന്ന ഏലീശയ്ക്ക് വലുത് ദൂതന്മാരെയായിരുന്നു, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു. मगर आत्मिक आंखें खुली हुई एलीशा के लिए हालेलुया स्वर्गदूत जो उसके चारों तरफ उसकी रक्षा के लिए खड़े थे वो उसके लिए बड़ा था. പലപ്പോഴും രക്ഷിക്കപ്പെട്ടവര്, अनेक बार उद्धार पाए हुए लोग, സ്നാനപ്പെട്ടവര്, बपतिस्मा पाए लिए हुए लोग, നല്ല വിശുദ്ധിയിലും വേർപാടിൽ നിന്നുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവര്, पवित्र जीवन जीने वाले और आत्मा सच्चाई में परमेश्वर की आराधना करने वाले लोग, ചിലരൊക്കെ ഹല്ലേലൂയ പറയുന്ന വാർത്തകൾക്കൊക്കെ നമുക്ക് ഒത്തിരി സങ്കടം ഉണ്ടാകും. कभी कभार उनके मुंह से निकलने वाली बातों को सुनकर हमें भी काफी दुख लगता है. പലപ്പോഴും അവരെ പറയുമ്പോൾ സാത്താനെ വലിയ ആളാക്കിയാണ് അവർ പറയുന്നത്. जब वे लोग बात करते हैं तो शैतान को बहुत महान बनाकर हालेलुया उस रूप में वो लोग प्रस्तुत करते हैं. മന്ത്രവാദങ്ങളെ വലിയ കാര്യങ്ങളാക്കിയാണ് അവർ പറയുന്നത്. वे लोग जब बात करते हैं तो जादू टोने की शक्ति को बहुत बड़ी शक्ति बोलकर वो बात करते हैं. ഹല്ലേലൂയ ഒത്തിരി ഒത്തിരി നെഗറ്റീവായ കാര്യങ്ങളെ വലുതായിട്ടാണ് അവർ കാണുന്നത്. काफी नेगेटिव बातों को भी वो अपने जीवन में काफी बड़ा है या महान है समझते हैं और वो बात ऐसे बोलते हैं. ഇങ്ങനെയുള്ളവരാണ് ബാല്യക്കാരെന്ന് അവരെ വിളിക്കുന്നത്. हालेलुया ऐसे लोगों को दास कहते हैं. കാര്യം അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. क्योंकि उनकी आंखें आज तक खुली नहीं है प्रियो. അവർക്ക് വലുതെന്നും ആരാൻ രാജാവിന്റെ സൈന്യമാണ്. और उनके लिए हमेशा आराम राजा की सेना है जो उनके सामने सबसे आगे खड़ा है. കണ്ണ് തുറന്നവൻ ആരാൻ രാജാവിന്റെ സൈന്യമല്ല വലുത്, അതിന്റെ പിന്നിൽ നിൽക്കുന്ന ദൈവദൂതന്മാരാണ് വലുത്. मगर जिसकी आंखें खुल चुकी है आज, जिसकी आत्मिक आंखें खुली हुई है, उनके लिए आराम की सेना नहीं मगर उनके पीछे खड़े हुए परमेश्वर की स्वर्गदूतों की सेना है जो सबसे बड़ी है. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എത്തിസ്റ്റ് അതായത് ദൈവമില്ലാത്തവർ ഭയങ്കര കോൺഫിഡൻസ് അവരുടെ ലൈഫ്. हालेलुया मैं इन दिनों में देखता हूं 33 लोग जो लोग विश्वास किसी परमेश्वर पर नहीं करते उनको अपने जीवन में काफी भरोसा होता है. എന്തൊരു പോസിറ്റീവായിട്ടാണ് അവർ സംസാരിക്കുന്നത്. वे लोग कितने ही पॉजिटिव बातें बोलते हैं. അവർ പറയുന്ന ദൈവമില്ല. वे लोग मगर बोलते हैं कि परमेश्वर तो है ही नहीं. രണ്ട് ജാതികളുടെ ചില പ്രസംഗങ്ങൾ കേൾക്കാം. अन्य जाति लोगों के प्रचारों को भी आप जरा सुने. പലപ്പോഴും അവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് പോകുന്നത്. हालेलुया वे लोग अपने जीवन में काफी पॉजिटिव बातें बोलते हैं. നെഗറ്റീവായ ഒരു ചിന്തകളും അവർക്കില്ല. नेगेटिव कोई भी चिंताएं उनके जीवन में नहीं है. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്നവർ ഹൃദയത്തിൽ തന്നെ എത്രയോ പോസിറ്റീവായ ചിന്താഗതികളാണ്. मैं इस प्रकार सोचता हूं कि हालेलुया मूर्ति पूजा करने वाले लोगों के हृदय में कितना ही पॉजिटिव चिंताएं हैं जो वो अपने मन में रखते हैं. ഓ ദൈവമക്കൾ വാ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും കഷ്ടതയല്ലാതെ വേറെ പറയാനില്ല. मगर परमेश्वर के लोग अपना मुंह खोलकर उनके जीवन के क्लेश के अलावा उनको बताने के लिए और कुछ नहीं होता. രോഗമല്ലാതെ പറയാനില്ല. वो अपने जीवन की बीमारियों के अलावा उनको बताने के लिए और कुछ नहीं है. പ്രതികൂലങ്ങളല്ലാതെ പറയാനില്ല. प्रतिकूल के अलावा और कुछ बातें उनको कहने के लिए नहीं है. പിശാചിന്റെ വലിപ്പമല്ലാതെ വേറൊന്നും പറയാനില്ല. शैतान के बड़प्पन के अलावा और कुछ बोलने के लिए उनके पास कुछ है नहीं. ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കണം, പാസ്റ്ററേ ആ 4-ാം വേദത്തിന്റെ കെട്ടാ ഞങ്ങളെ തകർത്തത്. हालेलुया कुछ लोगों से जब बात करते हैं तो वो बोलते हैं कि पास्टर जी हालेलुया उस हालेलुया अन्य जाति हालेलुया लोगों के उस जादू टोने या पूजा पाठ की शक्तियों ने हमें बांध रखा है. ഇതൊന്നും അല്ലീയ പറയരുത് എന്നല്ല ഞാൻ പറയുന്നത്. मैं ये नहीं कह रहा कि ऐसा नहीं बोलना है. ഇങ്ങനെയൊക്കെ പറയുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ऐसे लोगों को हालेलुया निरुत्साहित नहीं करना है. മറിച്ച് അല്ലീയ ദൈവമക്കൾ നോക്കണം, ജാതികൾ പോലും മിഥ്യാമൂർത്തികളായി അവർ ദൈവങ്ങളിൽ ശക്തി പൂണ്ട് അവർ നിൽക്കുന്നത്. मगर परमेश्वर के लोग इस बात को अच्छे से जान ले कि अन्य जाति पूजा करने वाले लोग हालेलुया अपने देवी देवताओं पर काफी भरोसा रखते हैं. ആ കല്ലുകളിൽ അവർ വിശ്വസിച്ച് ശക്തി ആർജിച്ച് നിൽക്കുമ്പോൾ वे लोग केवल वो पत्थरों की पूजा करते हैं मगर उस पत्थर पर विश्वास करके वो सामर्थ को अपने जीवन में पा लेते हैं. ജീവനുള്ള ദൈവമക്കൾ എത്ര മടങ്ങിൽ ദൈവത്തിൽ ശക്തിയോടെ വിശ്വസിക്കേണ്ട കാലമാണത്. अगर ऐसा है तो हालेलुया विश्वास करने वाले परमेश्वर के लोगों को प्रभु पर विश्वास करके कितना अधिक सामर्थ इन दिनों में हमें पाना है प्रियो. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. हाथों को उठाकर हालेलुया बोलेंगे. അതുകൊണ്ട് കണ്ണ് തുറക്കട്ടെ ഈ ദിവസങ്ങളിൽ. इसलिए इन दिनों में हमारी आत्मिक आंखें खुल जाएं. കണ്ണ് തുറന്നു കഴിയുമ്പോൾ आंखें जब खुल जाएंगी നിന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രു ചെറുതായി കാണാൻ പറ്റും. तो फिर आपके आगे खड़े हुए शत्रु आपको छोटा लगेगा. കണ്ണ് തുറന്നു കഴിയുമ്പോൾ ദൈവത്തെ വലുതായി കാണാൻ പറ്റും. जब आपकी आंखें खुल जाएंगी तब आपका परमेश्वर फिर आपको हालेलुया महान दिखेगा और बड़ा दिखेगा. കണ്ണ് തുറന്ന ദാവീദിന്, അഭിഷേകമുള്ള ദാവീദിന് മുന്നിൽ വന്ന സിംഹം വെറും പടത്തിലെ സിംഹം പോലെ തനിക്ക് തോന്നിയത്.
देखो हालेलुया, अभिषेक पाया हुआ दाऊद, आत्मिक आंखें खुली हुई दाऊद, उसके सामने जब शेर आया तब उसको ऐसा लगा कि वो शेर जो है केवल एक तस्वीर है। അഭിഷേകമുള്ള ദാവീദിന് കണ്ണു തുറന്ന ദാവീദിന് തന്റെ മുന്നിൽ വന്ന കരടി വെറും പടത്തിൽ വരച്ചിരിക്കുന്ന ഒരു കരടിയെ പോലെ തനിക്ക് തോന്നിയത്. यस हालेलुया, अभिषेक पाया हुआ दाऊद, आत्मिक आंखें खुली हुई दाऊद, जब उसके आगे एक बालू आया तो उसको ऐसा लगा कि केवल एक तस्वीर बना के रखा हुआ है। അതുകൊണ്ടാണ് ഒരു പേപ്പർ കീറിക്കളയുന്ന പോലെ അതിനെ താൻ കീറിക്കളഞ്ഞു. इसलिए दाऊद ने जिस प्रकार एक पन्ने को या एक कागज को फाड़ दिया जाता है, वैसे ही इन दोनों को दाऊद ने फाड़ कर फेंक दिया। ശരിക്കും അഭിഷേകമുള്ളവന് കണ്ണു തുറന്നവനൊക്കെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ശത്രു വലിയതൊന്നുമല്ല, മറിച്ച് ഒരു പേപ്പറിലെ സിംഹം പോലെ മാത്രമേ അവനത് കാണാൻ കഴിയുന്നു. हालेलुया, इन दिनों में जितने लोगों की आत्मिक आंखें खुली है, जितने लोग हालेलुया परमेश्वर पर विश्वास करते हैं, उनके आगे शत्रु जितना बड़ा भी क्यों ना खड़ा हो, मगर केवल एक कागज पर बने हुए हालेलुया उस शेर के समान, एक बालू के समान उनको वो दिखने लगेगा। മനുഷ്യന്റെ കൂടെ ഓടി തോറ്റുകൊണ്ടിരിക്കുന്നവരെ യേശുവിനെ ഒന്ന് ധ്യാനിക്കാമോ? इसलिए मनुष्यों के साथ दौड़ते हुए यदि आप पराजित हो रहे हैं तो आप यीशु पर ध्यान करो। കണ്ടോ, യേശു കാൽവറിയിൽ സാത്താന്റെ വാഴ്ച അവസാനിപ്പിക്കുന്ന ആ രംഗം ഒന്ന് ധ്യാനിക്കാമോ? यीशु कालवरी क्रूस पर शैतान के हर एक अधिकारों को पराजित करते हुए उस हालेलुया बातों को आप ध्यान दो। ആ നമുക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്തിനെ മായ്ച്ചു കളയുന്ന രംഗം ഒന്ന് ധ്യാനിക്കാമോ? हमारे विरोध में लिखे हुए हर एक लेखों को मिटा देने वाले उस अनुभव को आप अपने मन में ध्यान करो। ആണോ, പിശാചിന്റെ തലയെ തകർക്കുന്ന ആ രംഗം ഒന്ന് ദൈവമക്കൾ ഹൃദയത്തിൽ ധ്യാനിക്കാമോ? शैतान के सर को कुचलने वाले उस अनुभव को हालेलुया हम अपने मनों में उन बातों पर ध्यान करें प्रियो। കാൽവറിയിൽ പിശാചിനെ പരസ്യകോലമാക്കി മാറ്റിയ ആ രംഗം ഒന്ന് ദൈവമക്കൾ ധ്യാനിക്കാമോ? कालवरी क्रूस पर शैतान का कुल्लम कुल्ला तमाशा बनाए हुए उस हालेलुया अनुभव को परमेश्वर के लोग अपने हृदय में ध्यान करें। മൂന്നാം ദിവസം ഹല്ലേലൂയ മരണവാശങ്ങളെ അഴിച്ചു മാറ്റുന്ന ആ രംഗം ഒന്ന് ധ്യാനിക്കാമോ? तीसरे दिन मृत्यु के बंधनों को खोलने वाले उस यीशु को अपने मन में ध्यान करो। കല്ലറയിലെ കല്ലുരുട്ടി മാറ്റി മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് യേശു പുറത്തു നിൽക്കുന്ന ആ രംഗം ഒന്ന് ദൈവമക്കൾ ധ്യാനിക്കാമോ? हालेलुया, तीसरे दिन उस काल हालेलुया कब्र के वो सामने रखे हुए पत्थर को हटाकर हालेलुया उस कब्र में से जी उठने वाले उस यीशु पर ध्यान करो। ആണോ, യേശുവിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ആരൊക്കെയെന്നറിയുമോ? മരണം തലകുനിച്ച് നിൽക്കുകയാണ്. अब यीशु के सामने मृत्यु अपना सर झुकाकर खड़ी है। കണ്ടോ, മരണത്തിന്റെ മേൽ ജയാളിയായി നിൽക്കുന്ന യേശുവിനെ കുറിച്ച് ഒന്ന് ധ്യാനിച്ചാൽ നിങ്ങൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണ്. यस हालेलुया, उस मृत्यु के ऊपर जयवंत हुआ यीशु मसीह पर यदि हम ध्यान करेंगे तो हम भी आनंद से भर जाएंगे प्रियो। അരമത്തുകാരന ജോസഫിന്റെ കല്ലറയ്ക്ക് ചുറ്റും തലകുനിച്ച് നിലവിളിച്ച് നടക്കുന്ന പിശാചിനെ ഒന്ന് ധ്യാനിക്കാമോ? കാര്യം അവൻ എന്നേക്കുമായ നിത്യപരാജയമായി മാറിയില്ലേ. यस अरमती यूसुफ के कब्र के हालेलुया बाहर अपना सर झुकाकर शर्मिंदा होकर खड़े हुए उस शैतान को जरा देखो, क्योंकि वो हमेशा हमेशा के लिए यीशु ने उसको पराजित कर दिया है। उस यीशु की ओर देखोगे तब आप आनंद से भर जाओगे। ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, യേശു ജയോത്സവം കൊണ്ടാടി. हालेलुया, कुलोसियों की पत्री में प्रेरित पौलुस ने इस प्रकार लिखा है कि यीशु जयवंत हुए हैं, जय उत्सव उसने मनाया है। അത് വായിച്ചിട്ട് കാര്യമില്ല, അത് ധ്യാനിക്കണം, കണ്ണുകൊണ്ട് കാണണം ആത്മാവിൽ. देखो, केवल उन वचनों को पढ़ के कोई फायदा नहीं है, मगर आत्मिक आंखों में हमें वैसा होते हुए देखना है, उस पर ध्यान करना है। ഒരു വ്യക്തിയെ ജയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൃത്തമുണ്ടല്ലോ, ആ നൃത്തമാണ് യേശു ചെയ്തത്. देखो, एक व्यक्ति दूसरे व्यक्ति पर जब वो जीत हासिल कर लेता है, तब जिस प्रकार वो आनंद के मारे, खुशी के मारे उछलता कूदता है, वैसा एक जय है जो यीशु ने वहां पर पाया है। ഇതാണ് നീതിമാന്റെ കൂടാരത്തിൽ നടക്കാൻ പോകുന്നത്. और ऐसा जय जो है धर्मियों के डेरे पर भी बना रहेगा। ജയോത്സവമാണ് സംഭവിക്കാൻ പോകുന്നത്. वो जय का उत्सव आपके घरों में परमेश्वर देने जा रहा है। അത് ധ്യാനിക്കാനാണ് പൗലോസ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. पौलुस हमसे यही कहते हैं कि हालेलुया उन बातों पर हमें ध्यान करना है। അത് ധ്യാനിക്കുമ്പോൾ जब हम उन बातों पर ध्यान करेंगे, എബ്രായ ലേഖനം ഇരമ്യാവിന്റെ പ്രവചനം 12:5 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. तब यिर्मयाह नबी का पुस्तक 12वें अध्याय के 5वें पद को भी हम अच्छे से समझ पाएंगे। നമ്മൾ മനുഷ്യന്റെ കൂടെ ഓടി പരാജയപ്പെട്ട മേഖലകളെല്ലാം മറക്കാൻ പറ്റും. हम मनुष्यों के संग दौड़कर जहां पर भी पराजित हुए हैं, उन अनुभवों को हम बोल सकते हैं। അവനോട് പറയുക, ചില സാഹചര്യങ്ങളിൽ തളർന്നുകൊണ്ടിരിക്കുന്നവരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. हालेलुया, मैं उन लोगों से आज बात कर रहा हूं जो लोग अपने जीवन की परिस्थितियों से हालेलुया पराजित हो गए हैं।
വീടിന്റെ അകത്ത് ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ അല്ലിയ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. मैं ऐसे लोगों से बात कर रहा हूं जो लोग अपने घर के अंदर, आपके हालेलुया घर परिवारों में लोगों का विरोध सहकर आप जो थक चुके हैं, आपसे आज का वचन बोला जा रहा है. ജോലി സ്ഥലങ്ങളിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തളർന്നുകൊണ്ടിരിക്കുന്നവരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. यस, आपके ऑफिस में, आपके दफ्तर में हालेलुया लोगों का विरोध को सहकर जो लोग थक चुके हैं, उनसे आज मैं बात कर रहा हूं. അതൊക്കെ ഇനി കുറയുമെന്നല്ല, ദൂത് ഒരുപക്ഷെ കൂടാൻ സാധ്യതയുണ്ട്. आपके लिए संदेश आज का ये नहीं कि वो विरोध जो है आने वाले दिनों में कम होगा, बेशक कम नहीं होगा, वो बढ़ता ही जाएगा. പക്ഷെ നാം ക്ഷീണിക്കരുത്. मगर हम ना थकें. അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരുകയാണ്. हालेलुया उस विरोध को सहने का, उसको जीतने का एक अभिषेक परमेश्वर आज हमें दे रहे हैं. കർത്താവ് നമ്മളെ സഹായിക്കാൻ പോകുകയാണ് പ്രിയരെ. परमेश्वर हमारी सहायता करने जा रहे हैं प्रियो. യേശു ജയിച്ചെങ്കിൽ നമ്മളും ജയിക്കാൻ പോകുകയാണ്. यीशु मसीह अगर जीते हैं तो हम भी जीतेंगे. ഹല്ലേലൂയ. പ്രത്യേകാല എന്റെ ഭാര്യ ക്ലെറിന ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു. हालेलुया. विशेष रूप से मेरी पत्नी क्लेरिना जहां पर वो जॉब करती हैं, पिछले सालों में, पिछले समयों में काफी समस्याओं का सामना उनको वहां करना पड़ा. ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ വലിയ വിഷയങ്ങളായിരുന്നു എന്റെ അകത്ത്. मसीह होने के नाते हालेलुया काफी समस्याओं का सामना वहां पर करना पड़ा. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് കാര്യങ്ങളൊന്നും ആരും തമ്മിൽ കാണാത്തത് കൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ലായിരുന്നു. पिछले पूरा साल लॉकडाउन था, इस वजह से ऑफिस जाना नहीं पड़ा, इस वजह से हालेलुया ज्यादा समस्याओं का सामना नहीं करना पड़ा. തുറന്ന് അല്ലെ വിഷയങ്ങളും സ്റ്റാർട്ടായി. मगर जैसे ही दोबारा ऑफिस खुला, हालेलुया समस्याएं भी शुरू हो गई. ഹല്ലേലൂയ. പല പല കാര്യങ്ങളെ അല്ലെ ജാതികൾ കേറി അല്ലെ തടയുന്നത് കാണാൻ പറ്റി. हालेलुया अन्य जाति लोग वहां पर अनेक बातों पर कब्जा करते हुए, विरोध हमारा करते हुए वहां पर देखने का अवसर मिला. ഹല്ലേലൂയ. ഇങ്ങനെ കംപ്ലൈന്റുകളുടെ പരാതികളുടെ ദിവസങ്ങളായിരുന്നു. और बीते हुए दिन काफी हालेलुया कंप्लेंट्स का, काफी हालेलुया शिकायतों के दिन थे. ദിവസങ്ങളായിരുന്നു. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു ചില വിഷയങ്ങളുടെ മുഖത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. मगर परमेश्वर ने हमसे कहा कि इन कुछ विषयों के लिए घुटने टेक कर प्रार्थना करो. അല്ലെ മരിച്ച വിഷയത്തിന് മുമ്പിൽ പത്രോസ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ മേൽ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. यस, मरे हुए विषय के आगे खड़े होकर पतरस जब अपना घुटना टेक कर प्रार्थना करने लगा, तब उस विषय के अंदर जीवन आने लगा. ഞാൻ പറഞ്ഞു ഈ വിഷയങ്ങളിൽ ജഡത്തിൽ പ്രതികരിക്കല്ലേ. मैंने हालेलुया उनसे कहा कि आप हालेलुया शरीर में उनसे बदला ना लो. ജഡത്തിൽ സംസാരിക്കില്ലേ, ജഡത്തിൽ ഇടപെടല്ലേ. शरीर में बातचीत ना करना, शरीर में उनसे हालेलुया कुछ भी ना बोलना. നാം ജഡത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കത്തില്ല. जब हम अपने तरफ से, हम अपने शरीर में होकर जब हम उनसे लड़ते हैं, तब परमेश्वर हमारे लिए फिर कुछ नहीं करेगा. എന്നോട് പറഞ്ഞു അല്ലെ അല്പം ഉപ്പ് പ്രാർത്ഥിച്ചു തരണം. हालेलुया उन्होंने मुझसे कहा कि आप थोड़ा नमक मुझे प्रार्थना करके दें. പിന്നെ അല്ലെ അത് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു നിയോഗത്തിലല്ലായിരുന്നു ഞാൻ. और उस समय हालेलुया मुझे परमेश्वर से ऐसी कोई अगुवाई नहीं मिली थी कि ऐसा कुछ करना है. ഒരു അനുവാദം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ അത് വിജയകരമായി മാറും. अगर परमेश्वर से हालेलुया अनुमति पाकर या परमेश्वर की अगुवाई में जब हम ऐसे प्रार्थना करते हैं, तब उसका फल हम देख पाते हैं. ഞാൻ പറഞ്ഞു ക്യാബിന്റെ അകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. मैंने उनसे कहा कि हालेलुया नमक छिड़कने की वहां पर जरूरत नहीं है, आप अपने कैबिन में घुटने टेक कर प्रार्थना करो. എല്ലാവരും കാണുന്ന ക്യാബിന്റെ അകത്ത് എങ്ങനെ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. तो उन्होंने पूछा कि सब लोग हालेलुया उस ओपन कैबिन है, सब लोग देख सकते हैं, तो वहां पर मैं घुटने टेक कर कैसे प्रार्थना करूं. ഒരു പേന നിലത്തിടുക, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. मैंने उनसे बोला कि एक पेन आप नीचे डालना और उस पेन उठाने के बहाने आप अपने घुटने को उस समय टेक कर वहां पर बैठ के प्रार्थना कर लेना. ഒത്തിരി പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. बहुत बार तो ऐसा नहीं कर पाए, പക്ഷെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ मगर जब ऐसा उन्होंने करना शुरू करा, ഓഫീസ് നേരെ തിരിഞ്ഞു മറിയാൻ തുടങ്ങി. यस ऑफिस की सारी अवस्था जो है, जो प्रतिकूल थी, वो अनुकूल में बदलने लगी. ഹല്ലേലൂയ. हालेलुया വലിയ വിടുതലുകൾ അതിന്റെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. वहां पर अद्भुत छुटकारे उस विषय में होने लगे. വലിയ വിടുതലുകൾ അതിന്റെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. अद्भुत छुटकारा उस विषय में मिलने लगा. ഇന്ന് ഞാൻ അല്ലെ വിശ്വാസത്തോടെ ഞാൻ പറയുന്നത്, आज मैं विश्वास के साथ कह रहा हूं, മനുഷ്യന്റെ കൂടെ നീ ഓടിത്തോക്കരുത്. मनुष्यों के साथ आप दौड़ कर ना थके. നിന്നെ തളർത്തുന്നവരെ ജയിക്കാൻ യേശുവിനെ ധ്യാനിച്ചാൽ, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെ അതിനെ ജയിക്കാൻ പറ്റിയ ആ സാഹചര്യത്തെ, ആ വ്യക്തികളെ ജയിക്കാൻ പറ്റിയ അഭിഷേകം, യേശു ദൈവശക്തി, ദൈവിക തന്ത്രങ്ങളെല്ലാം നൽകി നമ്മളെ ദൈവം സഹായിക്കാൻ പോവുകയാണ്. हालेलुया यदि यीशु आपके संग है, तो यीशु हालेलुया उन व्यक्तियों का सामना करने के लिए, उनको जीतने के लिए एक बड़ा सामर्थ और एक अभिषेक जो है परमेश्वर हमें देगा. हालेलुया. हालेलुया
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്ലെ പരാതികളുമായി നാം ദൈവസന്നിധിയിലായിരിക്കാതെ इसलिए इन दिनों में हम परमेश्वर की उपस्थिति में अपनी शिकायतों को लेकर ना आते हुए ആ സാഹചര്യത്തെ ജയിക്കാൻ പറ്റിയ അഭിഷേകം നമ്മുടെ മേലുണ്ട്. അതിനുള്ള തന്ത്രങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നാം അത് ജയിക്കാൻ പോവുകയാണ്. यस हालेलुया, इन दिनों में उन परिस्थितियों को जीतने के लिए परमेश्वर अपनी योजनाओं को, अपने अभिषेक को हमें देने जा रहे हैं. उसके लिए हम प्रार्थना करें, കാര്യം ഇടതുവശത്ത് നിൽക്കുന്ന മനുഷ്യനാലാണ് നാം പരാജയപ്പെട്ടത്. क्योंकि हालेलुया हमारे भाई तरफ खड़े हुए मनुष्यों से हम पराजित हुए हैं. പക്ഷെ വലതുവശത്ത് വേറെ ഒരാൾ നമ്മുടെ കൂടെ ഓടാൻ നിൽക്കുകയാണ്. मगर हमारे दाएं तरफ दूसरा भी कोई हमारे साथ दौड़ने के लिए खड़ा है. അത് കുതിരകളാണ്. वे घोड़े हैं. മനുഷ്യനെ ജയിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ കുതിരകളെ ജയിക്കും? मनुष्यों को अगर मैं ना जीत पाऊं तो घोड़ों के साथ मैं कैसे बराबरी कर पाऊंगा? എന്ന് നാം തീരുമാനിക്കുകയാണ്. आज हम एक निर्णय लें. ഞാൻ നേരിടുന്ന വിഷയത്തെ ഞാൻ പ്രാർത്ഥിച്ച് ജയിക്കാൻ പോകുകയാണ്. मैं जिन विषयों का सामना कर रहा हूं उन विषयों को मैं प्रार्थना के द्वारा जीतने जा रहा हूं. അതായത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചിലതിനെ നേരിടുക, ജയിച്ചു. इन दिनों में आप भी उन कुछ विषयों का सामना करें, ഒരുപക്ഷെ ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് അന്യഭാഷ പറയാനായിരിക്കും. या फिर जहां पर भी आप बैठे होंगे हालेलुया हो सकता है कि अन्य भाषा में प्रार्थना करने का अगुवाई आपको मिले, ഒരുപക്ഷെ അല്ലെങ്കിൽ വെള്ളം പ്രാർത്ഥിച്ചൊഴിക്കാനായിരിക്കും. या फिर जहां पर आप काम करते हैं वहां पर पानी प्रार्थना करके वहां पे छिड़के, ഒരുപക്ഷെ ഒരു ഉപ്പ് പ്രാർത്ഥിച്ചിടാനായിരിക്കും. या फिर आपको अगुवाई ऐसी मिलेगी कि नमक प्रार्थना करके आप वहां पर छिड़के, ഒരുപക്ഷെ 7 പ്രാവശ്യം മുട്ടുമടക്കി പ്രാർത്ഥിക്കാനായിരിക്കും. या फिर 7 बार घुटने टेक कर प्रार्थना करने की अगुवाई शायद परमेश्वर आपको दें. ദൈവം തരുന്ന നിയോഗം എന്താണോ അത് നിങ്ങൾ ഉപയോഗിക്കുക. परमेश्वर जो भी अगुवाई आपको देते हैं उस अगुवाई के अनुसार आप करें. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങളെ തളർത്തുന്ന മനുഷ്യരെ ജയിച്ച് നിങ്ങൾ മുന്നേറുന്നത് നിങ്ങൾ തന്നെ കാണാൻ പോവുകയാണ്. यस, आपके जीवन की हालेलुया विपरीत परिस्थितियों को जीतते हुए, आपके विरोध में खड़े हुए मनुष्यों को जीतते हुए, आगे बढ़ते हुए आप देखने पाओगे. ഞാനിത് പറയുമ്പോൾ കർത്താവിനോട് പറഞ്ഞ ചില പ്രതികൂല മനസ്സുകളെല്ലാം നമുക്ക് അനുകൂലമാക്കി ദൈവം തിരിക്കാൻ പോവുകയാണ്. यस हालेलुया, परमेश्वर की आत्मा इस समय मुझसे कह रही है कि हमारे विरोध में खड़े हुए कुछ प्रतिकूल मनों को परमेश्वर हमारे अनुकूल करने जा रहा है. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാണ്. विश्वास करने वाले लोग आमीन बोलेंगे. ഹല്ലേലൂയ. നാം ഓടേണ്ടത് കുതിരകളോട് കൂടെയാണ്. हमें जो दौड़ना है उन घोड़ों के साथ दौड़ना है. ഈ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ചെറിയ വാക്ക് കേട്ടാൽ മതി, അദ്ദേഹം തളർന്നു പോകുന്ന ഒരാളാണ്. एलिया नाम का व्यक्ति हालेलुया एक छोटा शब्द उसके लिए काफी है, वो थक जाता है. പെട്ടെന്ന് താൻ തളർന്നു പോകും. वो जल्दी से वो थक जाते हैं. ഹല്ലേലൂയ. മനസ്സിന് ഒട്ടും കട്ടിയില്ലാത്തൊരു മനുഷ്യനാണ് ഏലിയാവ്. और एलिया का मन बहुत ही कमजोर मन का है. ഹല്ലേലൂയ. താൻ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഒരാളാണ്. वो बहुत ही जल्द थकने वाला एक व्यक्ति है. ഈ ഏലിയാവിന്റെ മേലാണ് ദൈവത്തിന്റെ കര ഒരിക്കൽ വന്നത്. इस एलिया के ऊपर परमेश्वर का हाथ एक समय उतर कर आया. ഇദ്ദേഹമാണ് ആഹാബിന്റെ കുതിരയുടെ മുന്നിൽ ഓടിപ്പോയത്. और अब देखो हालेलुया, एलिया जो है अब आहाब के घोड़े या उस रथ के आगे आगे दौड़ रहा है. മനസ്സിന് കട്ടിയില്ലാത്തവരോടാണ് കർത്താവ് ഒരു ദൂത് പറയുന്നത്. जिनका मन कमजोर है उनसे परमेश्वर की आत्मा ये संदेश दे रही है. ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വന്നാൽ, परमेश्वर का हाथ यदि आपके ऊपर आ जाए, ഏലിയാവ് കുതിരകളെ തോപ്പിച്ച് ഓടി ആ പട്ടണത്തിൽ ചെന്നതുപോലെ एलिया जिस प्रकार उन घोड़ों को हालेलुया जीतते हुए उसके आगे आगे दौड़कर उस शहर में जैसे वो पहुंच गया, പ്രശ്നങ്ങളുടെ മുന്നിൽ ഓടാൻ പോവുകയാണ്. आप अपने जीवन की समस्याओं के आगे आगे दौड़ने जा रहे हो. പ്രതികൂലങ്ങളുടെ മുന്നിൽ ഓടാൻ പോവുകയാണ്. आप अपने जीवन के प्रतिकूलों के आगे आगे दौड़ने जा रहे हो. ശത്രുവിന്റെ മുന്നിൽ നീ ഓടാൻ പോവുകയാണ്. आप अपने जीवन के शत्रुओं के आगे आगे दौड़ने जा रहे हो. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ. यस, विश्वास करने वाले लोग आमीन बोलेंगे. അതോ ഏലിയാവ് ഓടിപ്പോയി. एलिया वहां पर दौड़े चला गया. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കാൻ പോവാണ്. इन दिनों में परमेश्वर हमारी सहायता करने जा रहे हैं. അതുകൊണ്ടാണ് ദൈവം അല്ലെ ഗായോസിനോട് യോഹന്നാൻ പറയുന്നത്. इसलिए यूहन्ना गायुस से कहते हैं, ഒത്തിരി പ്രശ്നങ്ങൾ ദൈവസഭയുടെ മുഖത്ത് ഗായോസ് നേരിട്ടു. हालेलुया, कलीसिया के संबंध में गायुस ने काफी समस्याओं का सामना किया. കാര്യം താൻ നേരിടുന്ന സഭയിൽ യോഹന്നാനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. क्योंकि जिस कलीसिया में वो जाते थे उस कलीसिया में यूहन्ना के अनुकूल बात करने वाले अनेक लोग थे, യോഹന്നാനെ പ്രതികൂലിക്കുന്നവരുണ്ട്. और कुछ लोग थे जो यूहन्ना का विरोध करते थे. യോഹന്നാനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ യോഹന്നാന്റെ മകനാണ്, ആത്മീയ മകനാണ് ഗായോസ്. हालेलुया, यूहन्ना का हालेलुया एक आत्मिक पुत्र है गायुस. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എതിർക്കുന്നവരാണ് ആ ദൈവസഭയിൽ കൂടുതൽ. इसलिए हालेलुया उसका विरोध करने वाले लोग हैं उस कलीसिया के अधिकतर लोग. പക്ഷെ തന്റെ ആത്മീയ പിതാവായിരിക്കുന്ന യോഹന്നാൻ തന്നോട് പറഞ്ഞു, मगर उसके आत्मिक पिता यूहन्ना ने गायुस से कहा, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ जिस प्रकार तेरी आत्मा सुख है, എന്റെ കുഞ്ഞ് സകലത്തിലും സുഖമായും ആരോഗ്യത്തോടു കൂടെ ഇരിക്കട്ടെ. मेरे बेटे तू हर बात में हर विषय में सुख हालेलुया और खुशहाल रहे.
അവനെ നിന്നെ തളർത്തുന്നവർ നിന്റെ സഭയ്ക്കകത്ത് കാണാം. है बेटे, तुझे कमजोर करने वाले अनेक लोग तेरी कलीसिया में होंगे। നിന്നെ തളർത്തുന്നവർ നിനക്ക് ചുറ്റും കാണാം. तुझे कमजोर करने वाले अनेक लोग तेरे चारों तरफ होंगे। പക്ഷെ നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖമായിരിക്കട്ടെ. मगर जिस प्रकार तेरी आत्मा कुशल है, वैसे ही तू हर बातों में कुशल रहे। കാര്യം അന്ന് യോഹന്നാനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടായിരുന്നു. क्योंकि उस कलीसिया में उस समय यूहन्ना के अनुकूल के लोग भी थे और प्रतिकूल करने वाले लोग भी थे। യോഹന്നാന്റെ കൂടെ യോഹന്നാന്റെ ആത്മീയ മകൻ നിൽക്കുമ്പോൾ, और यूहन्ना के संग जब यूहन्ना का आत्मिक संतान, आत्मिक पुत्र भी जब खड़ा है, അദ്ദേഹത്തിനെതിരെയും ആ ദൈവസഭയ്ക്ക് ഒത്തിരി പേര് എഴുന്നേറ്റ് വന്നു. तब उस गायुस के विरोध में भी उस कलीसिया के अनेक लोगों ने विरोध किया। പക്ഷെ തന്റെ ആത്മീയ പിതാവ് പറഞ്ഞത്, मगर उसके आत्मिक पिता ने इस प्रकार गायुस से कहा അതൊന്നും കുഴപ്പമില്ല കുഞ്ഞെ, कि कोई बात नहीं, उन बातों पर ध्यान मत दो। ഇതൊക്കെ നിന്റെ ശരീരത്തിന്റെ പുറത്ത് നടക്കുന്ന വിഷയങ്ങളാ. ये सारी बातें तेरे शरीर के बाहर है जो हो रही है। അതൊന്നും എന്റെ കുഞ്ഞു വലുതായിട്ട് കാണണ്ട. मेरे बेटे, तुम इन बातों पर ज्यादा ध्यान मत दो। നിന്റെ ശരീരത്തിന്റെ അകത്ത് ഒരു ആത്മാവുണ്ടല്ലോ. तेरे शरीर के अंदर एक आत्मा जो है, ആത്മാവിനെ ഈ പ്രശ്നവും ഏക്കത്തില്ല. उस आत्मा को ये सारी समस्याएं पराजित नहीं कर सकती। അതിനെ രോഗം ഏൽക്കത്തില്ല. उस आत्मा में बीमारियां नहीं आ सकती। നിന്റെ പിന്നിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും നിന്റെ ആത്മാവിനെ ഏക്കത്തില്ല. तेरे जीवन के बाहर खड़े हुए समस्याएं तेरी आत्मा को नहीं छू सकती। അപ്പോൾ നിന്റെ ആത്മാവ് എങ്ങനെയാണോ സുഖമായിരിക്കുന്നത്, इसलिए तेरे आत्मा जिस प्रकार खुशहाल है, നീ സകലത്തിലും സുഖമായിരിക്കട്ടെ. इसलिए हर बातों में तू भी सुखी रहे। ഹല്ലേലൂയ എന്നാണ് തന്റെ ആത്മീയ പിതാവ് പറഞ്ഞത്. इस प्रकार गायुस के आत्मिक पिता ने उससे कहा। ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോകുകയാണ്. मैं अपने शब्दों को समाप्त करने जा रहा हूं। അതുകൊണ്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12:5 നിങ്ങൾ പിന്നീടും വായിച്ച് അതിനെ മെഡിറ്റേറ്റ് ചെയ്യണം. इसलिए यिर्मयाह नबी का पुस्तक 12वें अध्याय के 5वें पद को आप बाद में भी पढ़िएगा, उन वचनों पर आप ध्यान करिएगा। 12ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ 12वें अध्याय के पहले पद में, ദുഷ്ടന്മാരുടെ സുഖവും हालेलुया, दुष्टों का सुख നീതിമാന്മാരുടെ കഷ്ടതയുമാണ് യിരെമ്യാവിനെ സങ്കടപ്പെടുത്തിയത്. और धर्मी लोगों के जीवन में आने वाले क्लेश, इन बातों को देखकर यिर्मयाह दुखी हुआ। കാര്യം ദുഷ്ടന്മാർ ഭയങ്കരമായിട്ട് സുഖം അനുഭവിക്കുന്നു. क्योंकि हालेलुया, दुष्ट लोग जो है काफी सुख वो अनुभव कर रहे हैं, നീതിമാന്മാർ കഷ്ടത അനുഭവിക്കും. मगर धर्मी लोग जो है अपने जीवन में क्लेश को सह रहे हैं। ഇത് യിരെമ്യാവിനെ മാത്രമല്ല, ये केवल यिर्मयाह की बात नहीं है, ഇത് സങ്കീർത്തനത്തിൽ ആസാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. मगर भजन संगीता में आसाफ नाम का एक व्यक्ति भी है जिसको हम देख ആ सकते हैं। മനുഷ്യന്റെ ഒരു പരാതിയാണ്. उनकी भी शिकायत यही है। ഇത് ആസാഫിന്റെ മാത്രമല്ല, ये केवल आसाफ की शिकायत नहीं, ഈ ഞാൻ പോലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. मैंने भी बहुत बार परमेश्वर से पूछा है। ഞാൻ മാത്രമല്ല, केवल मैं ही नहीं, നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. मगर आप लोगों ने भी परमेश्वर से बहुत बार पूछा है ദൈവമേ, ദുഷ്ടന്മാർ എന്ത് ചിരിച്ചാ നടക്കുന്നത്. कि है परमेश्वर, दुष्ट लोग कितने ही मजे में वो जी रहे हैं, അവന് ശരീരത്തിനും കുഴപ്പമില്ല, उसके शरीर में भी कोई तकलीफ नहीं है, അവന്റെ കയ്യിൽ പണത്തിനും കുഴപ്പമില്ല, उसके हाथ में जो पैसा है उसकी भी कोई गिनती नहीं है, അവന്റെ മുഖത്ത് ചിരി മാറുന്നില്ല. उसके चेहरे पर से मुस्कान हट भी नहीं रहा है। പക്ഷെ ദൈവത്തിന്റെ മക്കളായി ഞങ്ങൾക്ക് ശരീരത്തിന് സുഖമില്ല. मगर हम जो परमेश्वर के संतान है, हमारे शरीर में कोई सुख नहीं है, കുടുംബത്തിൽ സ്വസ്ഥതയില്ല. परिवार में शांति नहीं है। ദൈവമേ, ദുഷ്ടന്മാർ സുഖം അനുഭവിക്കുന്നു, നീതിമാന്മാർ കഷ്ടത അനുഭവിക്കുന്നു. परमेश्वर, दुष्ट लोग सुख को हालेलुया अनुभव कर रहे हैं और धर्मी लोग जो है क्लेश को सह रहे हैं। ആസാഫ് കംപ്ലൈന്റ് പറഞ്ഞു ദൈവത്തോട്. आसाफ ने परमेश्वर से काफी शिकायत करी, ആസാഫിനോട് ദൈവം പറഞ്ഞു, നിർത്ത ആസാഫേ, मगर आसाफ से परमेश्वर ने कहा कि तेरी शिकायतों को तू बोलना बंद कर दे। നീ ദുഷ്ടന്മാരെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് പറയാണോ? तू दुष्टों की इतनी हालेलुया तारीफ जो कर रहा है, നീ പറയുന്ന എല്ലാം കറക്റ്റ് ആണ്. तू जो कुछ बोल रहा है बिल्कुल सही बात है। ആസാഫിനോട് പറഞ്ഞ നീ വെളിയിലോട്ടൊന്ന് ഇറങ്ങി വാ. आसाफ से परमेश्वर ने कहा कि तू अपने घर से बाहर निकल। എന്നിട്ട് അവരുടെ കാല് നോക്കി എവിടെയാ നിൽക്കുന്നത്. फिर उनकी पैरों की ओर जरा देख कि वो लोग कहां पर खड़े हैं। അവര് വഴുവഴുപ്പുള്ള ഒരു പാറയിലാണ് നിൽക്കുന്നത്. हालेलुया, वे लोग उस फिसलन वाले जगह पर, जहां पर फिसल सकता है, उस जगह पर, ऐसी जगह पर वे लोग खड़े हैं। നീ നിന്റെ കാല് നോക്കി എവിടെയാ നിൽക്കുന്നത്. तू अपने पैरों को देख कर कि तू कहां पर खड़ा है। അവൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. देखो, उस समय वो परमेश्वर की स्तुति करने लगा, എല്ലാ കംപ്ലൈന്റും മാറി. उसकी सारी शिकायतें चली गई, കാര്യം ഉറപ്പുള്ള പാറയിലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. क्योंकि परमेश्वर ने उसे एक दृढ़ चट्टान पर खड़ा किया है। യിരെമ്യാവിന്റെ കംപ്ലൈന്റ് ആയിരുന്നു, यिर्मयाह का कंप्लेंट ये था, ആസാഫിന്റെ കംപ്ലൈന്റ് ആയിരുന്നു.
आसाफ का शिकायत भी यही था। നമ്മുടെ പലരുടെയും കംപ്ലൈന്റ് ആയിരുന്നു. हम में से अनेक लोगों की शिकायत भी यही है। ദുഷ്ടന്മാരുടെ സുഖവും നീതിമാന്മാരുടെ കഷ്ടതയും. हालेलुया, दुष्टों का सुख और धर्मियों का क्लेश। പക്ഷെ അവര് വഴുവഴുപ്പുള്ള പാതയിലും मगर वे लोग हालेलुया उस फिसलन वाले उस स्थान पर ഏത് സെക്കൻഡും അവർ വീഴാം. किसी भी पल वो वहां से फिसल कर गिर सकते हैं। ഞാനായിരിക്കുന്നത് നീ ആയിരിക്കുന്ന ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിലാണ്. मगर मैं और आप हम उस दृढ़ चट्टान रूपी मसीह में खड़े हैं प्रियो। വീടിന്റെ അകത്തെ മനുഷ്യരാൽ നീ തളർന്നു പോവല്ലേ. आप अपने घर के लोगों के विरोध को सह कर तक ना जाएं। വീടിന്റെ വെളിയിലുള്ള മനുഷ്യരാൽ നീ തളർന്നു പോകല്ലേ. आपके घर के बाहर के लोगों के विरोध को सहकर आप तक ना जाएं। സാഹചര്യങ്ങളിൽ നീ തളർന്നു പോകല്ലേ. आप अपनी परिस्थितियों में कमजोर ना हो जाएं। എന്റെ റൈറ്റ് സൈഡിൽ ഓടാൻ നിൽക്കുന്നത് കുതിരയുമായിട്ട് നീ അടുത്ത് ഓടാൻ പോകുന്നു. अगला आपकी दौड़ जो है घोड़ों के संग है। ഇതിനെ ജയിച്ചേ പറ്റൂ. आपको जीतना ही होगा। ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ अगर आप जीत नहीं पा रहे हैं, എബ്രായ ലേഖനം തുറക്ക്. इब्रानियों की पत्री को आप खोलें। 2-3 വായിച്ച് ദൈവത്തെ ആരാധിക്കുക. 12वें अध्याय के दूसरे और तीसरे पद को पढ़कर आप परमेश्वर की आराधना करें। യേശുവിനെ ധ്യാനിക്കുക. यीशु पर ध्यान करो। ജയിക്കാൻ പോവാ. हम जीतने जा रहे हैं। എന്നിട്ട് കുതിരയുടെ കൂടെ ഓടാൻ തയ്യാറായി നിൽക്കുക. फिर घोड़ों के साथ दौड़ने के लिए तैयार हो जाओ। അല്ലയ മനസ്സിന് കട്ടിയില്ലാത്ത ഏലിയാവിന്റെ മേൽ വന്ന കൈ നിന്റെ മേലും വരാൻ പോവുകയാണ്. कमजोर मन वाले उस एलिया के ऊपर आया हुआ परमेश्वर का हाथ आपके ऊपर भी उतर कर आ रहा है। കുതിരയുടെ മുന്നിൽ ഓടി ജയിച്ച ഏലിയാവിനെ പോലെ നീ പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളെ, ശത്രുക്കളെ ഓടി നീ ജയിക്കാൻ പോവുകയാണ്. यस, एलिया जो उस घोड़ों के और उस रथों के आगे दौड़कर जिस प्रकार वो चला गया, वैसे ही आप अपनी समस्याओं को, परेशानियों के आगे आगे दौड़कर जीतने जा रहे हो। ഇവിടെ ഇരുന്നോണ്ട് ഒരു തീരുമാനം എടുക്കണം. यहाँ पर बैठे बैठे एक निर्णय आप अपने जीवन में ले। ഞാൻ കണ്ണടഞ്ഞവനെ പോലെയല്ല, ഞാൻ കണ്ണ് തുറന്നവനെ പോലെയാണ്. मैं हालेलुया बंद आंख वालों के समान नहीं, मगर आंखें जिसकी खुली है उसके समान जीऊंगा। കണ്ണടഞ്ഞവന് ദൈവം ചെറുതും പിശാചു വലുതുമായിരിക്കും. जिसकी आंखें बंद है उसके लिए शैतान बड़ा और परमेश्वर छोटा है। കണ്ണ് തുറന്നവന് ദൈവം വലുതും സാത്താൻ ചെറുതുമായിരിക്കും. मगर जिसकी आंखें खुल गई है प्रियो, उनके लिए परमेश्वर बड़ा और शैतान छोटा है। ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. एक पल हम प्रार्थना करें। എല്ലാ കണ്ണുകളും ശാന്തമായി അടയ്ക്കുക. सारी आंखें एक पल के लिए बंद हो जाएं। ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്. हालेलुया, उस दौड़ में दौड़ने वाले लोग अनेक हैं। ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്. दौड़ में दौड़ने वाले लोग अनेक हैं। ബിരുദ പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമേ ഉള്ളൂ. इनाम पाने वाला केवल एक ही होता है। ക്രിസ്ത്യ ജീവിതം അല്ലെ ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ് പൗലോസ് പരിശുദ്ധാത്മാവിൽ ഉപമിപ്പിച്ചിരിക്കുന്നത്. मसीह जीवन हालेलुया उस दौड़ में दौड़ने वाले लोगों के समान उसकी तुलना में पौलुस ने बताया है। ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഗൾഫിൽ നിന്നും ഇന്ത്യയിൽ നിന്നെല്ലാം നമ്മളെല്ലാം ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് ഓടുന്നത്. हालेलुया, इंग्लैंड से, सिंगापुर से, गल्फ से, भारत से, हर एक जगहों से हम केवल एक ही लक्ष्य की ओर दौड़ रहे हैं। പക്ഷേ ബിരുദ പ്രാപിക്കുന്നവൻ ഏകൻ മാത്രം. मगर इनाम पाने वाला एक ही होगा। പ്രാപിക്കത്തക്കവണ്ണം ഓടുവിൻ. ऐसा दौड़ हम दौड़े कि हम इनाम पा सके। മുറുകെ പറ്റുന്ന ഭാരവും പാപവും എല്ലാം വിട്ടുകളഞ്ഞ് ഓടുവിൻ. हालेलुया, जो हमें पकड़े हुए, हमें रोकने वाली, उलझाने वाली हर एक पाप को छोड़कर दूर करके हम दौड़े। നിന്നെ അല്ലെ ശല്യപ്പെടുത്തുന്ന സാഹചര്യത്തെ മനുഷ്യനെയും നീ ഓടി തോപ്പിക്കുവിൻ. आपके हालेलुया आपको थकाने वाले, आपको उलझाने वाले हर एक परिस्थितियों को, व्यक्तियों को पराजित करते हुए उनके आगे आगे आप दौड़े। കുതിരകടമേൽ ഓടുവാൻ, കുതിരകടമേൽ ഓടി ജയിക്കുവാൻ ഒരു അമാനുഷിക ശക്തി, അങ്ങനെയുള്ള ഒരു കരം നിങ്ങളുടെ മേൽ വരാൻ പോവുകയാണ്. यस हालेलुया, घोड़ों के आगे दौड़कर उनको पराजित करने के लिए एक हालेलुया अमानुषिक शक्ति, एक अलौकिक शक्ति परमेश्वर आपको देने जा रहा है। പോലെ ഏലിയാവിന് കുതിരയുടെ മേൽ ഓടി തോക്കുവാനുള്ള, ജയിക്കാനുള്ള അങ്ങനെയുള്ള സ്പീഡൊന്നും ഏലിയാവിനില്ല. यस, एलिया यदि अपने आप से भागता तो वो घोड़ों को नहीं जीत सकता है, घोड़ों को वो हरा नहीं सकता है। ആ വാക്യം ഒരു സൂപ്പർ നാച്ചുറൽ ആണ്. वो वचन जो है एक अलौकिक वचन है जो वहां पर कहा गया है। കൈ വന്നത് കൊണ്ടാണ് ഏലിയാവ് ജയിച്ചത്. देखो, परमेश्वर का हाथ उसके ऊपर आया, इसलिए एलिया वहां पर जीत गया। യെസ്, കൈ നിങ്ങളുടെ മേലും വരാൻ പോവുകയാണ്. वो परमेश्वर का हाथ आपके ऊपर भी उतर कर आ रहा है। അമാനുഷിക ശക്തിയുള്ള ദൈവത്തിന്റെ കൈ നിങ്ങളുടെ മേലും വരാൻ പോവുകയാണ്. वो परमेश्वर की सामर्थ भरा हुआ हाथ जो है आपके ऊपर उतर कर आ रहा है। ഹല്ലേലൂയ. ഭയങ്കര സ്പീഡിൽ നിങ്ങൾ ഓടി ജയിക്കാൻ പോവുകയാണ്. बहुत ही तेजी से आप लोग दौड़कर जीतने जा रहे हो। ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചു. सारी आंखें एक पल के लिए बंद हो जाए। ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാമോ? നിങ്ങൾ आत्मा में प्रार्थना करना शुरू करे प्रियो। വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകും. परमेश्वर का एक अद्भुत काम प्रकट होने जा रहा है। ഓ ജീസസ്, കർത്താവിനോട് പറയാണ്,
परमेश्वर मुझसे कह रहे हैं ഹല്ലേലൂയ ഒരു സഭയിൽ एक कलीसिया में ഹല്ലേലൂയ ഗായോസ് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന പോലെ गायुस जिस प्रकार अनेक समस्याओं का सामना कर रहा है, ഹല്ലേലൂയ ഒത്തിരി വിഷയങ്ങൾ നേരിടുന്നവർ കർത്താവിനെ കാണിക്കുന്നു. इस प्रकार परमेश्वर की आत्मा मुझे दिखा रही है अनेक लोग जो अपने जीवन में अनेक समस्याओं का सामना कर रहे हैं. ഹല്ലേലൂയ ഗായോസിന്റെ അകത്ത് ഒരു ആത്മാവുള്ളത് പോലെ നിങ്ങളുടെ അകത്തുണ്ട് ഒരു ആത്മാവ്. गायुस के अंदर जिस प्रकार एक परमेश्वर की आत्मा है, वैसे ही एक परमेश्वर की आत्मा आपके अंदर भी है. प्रियो, നിങ്ങളുടെ ശരീരം കർത്താവിന്റെ മന്ദിരമത്രേ. आपका शरीर परमेश्वर का मंदिर है. ആ മന്ദിരത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടത്രേ. उस मंदिर के अंदर परमेश्वर की आत्मा वास कर रही है. ഹൈ പ്രീസ്റ്റ് ആയിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് നിങ്ങളുടെ ശരീരത്തിലുണ്ട്. वो महायाजक यीशु मसीह आपके अंदर वास कर रहे हैं. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ശരീരത്തിൽ കർത്താവുണ്ട്. आप अकेले नहीं हो, आपके अंदर मसीह है. എന്റെ ശരീരത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ मेरे शरीर में यदि मसीह है, ഞാൻ ഈ പ്രതികൂലങ്ങളിൽ തോക്കത്തില്ല. मैं इन प्रतिकूलों में पराजित नहीं होऊंगा. പ്രാർത്ഥിക്കാൻ നമുക്ക്. सब लोग मिलकर प्रार्थना करेंगे. നിങ്ങൾക്ക് ഓടുവാനുണ്ട്. आपको और अधिक दौड़ना है. നിങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ച് തളല്ലേ. आप ऐसे थके हालेलुया कमजोर ना हो जाएं. ഇങ്ങനെ മടുക്കരുത്. आप ऐसे थके ना. കുതിരകൾ ഓടി തോപ്പിക്കേണ്ടത്. हालेलुया आपको घोड़ों के साथ दौड़कर उसको हराना है. മരണത്തെ ജയിച്ചവന്റെ മക്കളാണ്. मृत्यु को जीते हुए उस परमेश्वर के संतान हो आप. തയ്യാറായിട്ട് तैयार हो जाए. ഒരു വശത്ത് മുള്ള്, एक तरफ कांटे, ഒരു വശത്ത് മരുഭൂമി. दूसरे तरफ मरुस्थल. സ്വർഗത്തിലെ കിച്ചണിൽ ഉണ്ടാക്കിയ ആ അപ്പം വെച്ച് നീട്ടുക ഏലിയാവ്. स्वर्ग के रसोई में बने हुए रोटी अब एलिया के आगे रख दिया गया है. ദൂതൻ അവനെ തട്ടുക. स्वर्गदूत उसको उठा रहे हैं. നാളെ ഒറ്റ ഓട്ടം 40 ദിവസം 40 രാകുമ്പോൾ वहां से एलिया ने एक दौड़ लगाई 40 दिन रात की. ആ ഒരു അനുഭവം ചില ലൈഫിൽ ഉണ്ടാകുമ്പോൾ वैसा अनुभव कुछ लोगों के जीवन में होने जा रहा है. ഓ ജീസസ്. ചിലർ ഇന്നത്തെ സിറ്റുവേഷനെ മറികടന്ന് ഓടാൻ പോകും. कुछ लोग आज की परिस्थितियों को पार करते हुए जीतते हुए दौड़ने जा रहे हैं. എനിക്ക് ചില വ്യക്തികളുടെ പേര് പറഞ്ഞ് ഈ ദൂതൊക്കെ പറയണമെന്നുണ്ട്. मैं कुछ व्यक्तियों का नाम लेकर भविष्यवाणी करना चाहता हूँ. ചില കുടുംബങ്ങളോട് പേര് പറഞ്ഞ് ഇതൊക്കെ പറയണമെന്നുണ്ട്. कुछ परिवारों का नाम लेकर मैं भविष्यवाणी करना चाहता था. എനിക്കറിയാം അവരൊക്കെ നന്നായി ഈ ഭാഗം ഏറ്റെടുക്കുന്നുണ്ട്. मगर मैं जानता हूं कि ऐसा बोले बिना भी आप लोग उन वचनों को स्वीकार कर रहे हैं. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോകും. परिवार की परिस्थितियां बदलने जा रही हैं. സൊസൈറ്റിയുടെ സാഹചര്യങ്ങൾ മാറാൻ പോകും. आपकी सोसाइटी के परिस्थितियां अवस्थाएं बदलने जा रही हैं. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ സാഹചര്യം മാറാൻ പോകും. आपके दफ्तर में परिस्थितियां बदलने जा रही हैं. എന്നോട് പറയുന്ന ഭയങ്കര ഫ്രീഡം ചില കുടുംബങ്ങൾ അനുഭവിക്കാൻ പോകും. परमेश्वर की आत्मा मुझसे कह रही है कि कुछ परिवारों में बहुत बड़ी परमेश्वर की आजादी प्रकट होने जा रही है. ഈ പുതിയ മാസം വലിയൊരു ജയം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. इस नए महीने में एक नई हालेलुया एक बड़ी सफलता परमेश्वर आपको देने जा रहा है. ഒരു വലിയ വിടുതൽ एक अद्भुत छुटकारा इस समय प्रकट हो रहा है. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. हम सब लोग मिलकर प्रार्थना करेंगे.